श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। सोमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामाद्यं ददाति सततां। जय श्रील प्रभुपाद की जय। हरे कृष्ण। ഇന്ന് ശരിക്കും വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു അവതരിച്ച ദിവസമാണ്. ചൈതന്യ മഹാപ്രഭു അവതരിച്ചിട്ട് 540 വർഷങ്ങളാകുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഗൗരപൂർണിമ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ സെയിം ഡേ ചൈതന്യ മഹാപ്രഭു എന്നാണോ ജനിച്ചത് അതേ സെയിം എഫക്റ്റ് ഉണ്ട്. കാരണം 540 വർഷങ്ങൾക്കപ്പുറം സെക്കൻഡ് ടൈം സെയിം ലൂണാർ എക്ലിപ്സ് ചന്ദ്രഗ്രഹണം അതേ എഫക്റ്റിൽ ഉണ്ടാകുന്നത് ഇന്നാണ്. അപ്പോൾ ഈ ഒരു ചന്ദ്രഗ്രഹണ സമയത്താണ് ചൈതന്യ മഹാപ്രഭു ചന്ദ്രഗ്രഹണം കഴിഞ്ഞതും സച്ചിമാത ചൈതന്യ മഹാപ്രഭുവിനെ പ്രസവിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ചൈതന്യ മഹാപ്രഭു ആരാണ്, എന്തിനാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. പലർക്കും അറിയില്ല. ഇതൊരു ഗുഹ്യ അവതാരം എന്ന് പറയും. വളരെ രഹസ്യമായ അവതാരം, ഛന്നാവതാരം, വളരെ ചെറിയ അവതാരം. പക്ഷേ ഇത് മഹാപതന്യായ എന്ന് പറയും, വളരെ മഹത്തായ ഒരു അവതാരവുമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ചൈതന്യ മഹാപ്രഭുയുടെ അവതാരത്തിനെക്കുറിച്ച് അത്ര ക്ലിയറായിട്ട് അറിയില്ലായിരിക്കും. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു സാക്ഷാത് ഭഗവാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഞാൻ ഭഗവാനാണെന്ന് പത്രത്തിൽ നമ്മൾ വാർത്ത കാണാറുണ്ട്. പക്ഷെ ഇവരെല്ലാവരെയും നമ്മൾ എങ്ങനെ ഭഗവാനെന്ന് അക്സെപ്റ്റ് ചെയ്യും? അപ്പോൾ ഭഗവാനാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രമാണം ഉണ്ടാവണം. ഒരു കോടതിയിൽ ഒരു കേസ് വാദിക്കാൻ പോയി കഴിഞ്ഞാൽ ജഡ്ജിന് ഒരു പ്രമാണം കൊടുക്കാതെ ഇവൻ കൊന്നു അവൻ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ തെളിവ് കാണിക്കണം. തെളിവ് കാണിച്ചാൽ ആ കേസ് എടുക്കും, അല്ലെങ്കിൽ ആ കേസ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളും അതുപോലെ ആയിരിക്കണം. ഒരാൾ ഞാൻ ഈശ്വരനാണ് ദൈവമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവണം വെച്ചാൽ ആ പ്രമാണം, കേസ് എങ്ങനെയാണോ റിജക്റ്റ് ചെയ്യുന്നത് അതുപോലെ പ്രമാണമുണ്ടെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭു സാക്ഷാത് ഭഗവാനാണ് എന്നുള്ളതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പുരാണങ്ങളും, 1-2 പുരാണങ്ങളിലല്ല, മറ്റ് അവതാരങ്ങളെക്കുറിച്ച് 1-2 പുരാണങ്ങളിലേ കാണുന്നുള്ളൂ. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഒരുപാട് പുരാണങ്ങൾ പറയുന്നു. സ്കന്ദപുരാണം, പത്മപുരാണം, ഗരുഡപുരാണം, പിന്നെ വിഷ്ണു പുരാണം, അപ്പോൾ ഇങ്ങനെ ഭാഗവത പുരാണം, ഇതിലൊക്കെ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നു ഭഗവാനായിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ്. അദ്ദേഹം നാമപ്രചരണത്തിന് വേണ്ടി കലിയുഗത്തിൽ അവതരിക്കും. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് 5000 വർഷങ്ങൾക്ക് മുമ്പ് വ്യാസദേവൻ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത് എപ്പോഴാണ്? 540 വർഷത്തിന് മുമ്പാണ്. ഗോൾഡൻ സ്വർണ്ണവർണ്ണത്തിൽ അവതരിക്കുമെന്ന രീതി. അപ്പോൾ അവിടെ വ്യാസദേവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സച്ചിമാതയുടെ മകനായിട്ട് ജനിക്കും, ഗംഗയുടെ തീരത്തിൽ ജനിക്കും, നാമപ്രചരണത്തിന് വേണ്ടി ജനിക്കും. സാമൂതിരിക ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. കൈക്ക് വളരെ നീളമുണ്ട്, മുട്ടോളം അദ്ദേഹത്തിൻ്റെ കൈക്ക് നീളം ഉണ്ടാകും, കഴുത്തിൽ ശംഖ് വരെ ഉണ്ടാകും, തുടയ്ക്ക് നീളം കുറവായിരിക്കും, വയറ്റിൽ നാഭിക്ക് ചുഴി ഉണ്ടാകും. ഭഗവാന് കാലിൽ എന്തൊക്കെ മുദ്രകളുണ്ടായിരുന്നോ അതുപോലത്തെ വിശിഷ്ടമായ മുദ്രകൾ, ശംഖും ചക്രവും പിന്നെ പത്മവും മീനും തുളസി ദളവും ഇതെല്ലാം ആരിൽ കാണാൻ സാധിച്ചു? ചൈതന്യ മഹാപ്രഭു കാണാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാക്ഷാത് ഭഗവാനായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പ്രമാണമില്ലാതെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഇനി ഈ അവതാരത്തിൻ്റെ അവതാര ഉദ്ദേശം എന്താണ്? ലോകം മുഴുവനും കലിയുഗത്തിൽ മാലിന്യമാണ്. കലേർ ദോഷം ഇതേ രാജൻ അസ്തിഹി ഏകോ മഹാൻ ഗുണ
കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം ഋചയത് എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ. അപ്പോൾ കലിയുഗത്തിൽ ദോഷം മാത്രമേ ഉള്ളൂ. കലേർ ദോഷം ആരിലും നല്ലത് കാണാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ദോഷം കണ്ടുപിടിക്കാം. ഒരാളുടെ ഒരു നല്ലത് കാണൂ എന്ന് പറഞ്ഞാൽ ആർക്കും കാണാൻ സാധിക്കില്ല, അവർക്ക് വളരെ പ്രയാസമാണ്. പക്ഷെ എന്തെങ്കിലും കുറ്റം കാണുമെന്ന് പറഞ്ഞാൽ പടപടപടാന്ന് ആൾക്കാർ പറയും. അപ്പോൾ കലിയുഗത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ കലേർ ദോഷ നിതേരാജൻ അസ്തിഹി ഏകോ മഹാൻ ഗുണം, ഒരു മഹത്തായ ഗുണമുണ്ട് എന്ന് പറയുന്നത്. അതെന്താണ്? കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വിജയം, ഭഗവാന്റെ നാമകീർത്തനം, അതാണ് പരമമായ വിജയം. ആ നാമകീർത്തനം, അത് നമ്മൾ ഒരാളെ നാമം ജപിക്കാൻ പറഞ്ഞാൽ വളരെ പ്രയാസമാണ് അവർ നാമം ജപിക്കാനായിട്ട്. നമ്മൾ പറയും ഒരുപാട് പ്രാവശ്യം നാമം ജപിക്കൂ, നല്ലതാണ്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നൊക്കെ പറയും. പക്ഷേ ജപിക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ഒരാൾ ചിലപ്പോൾ ജപിച്ചെന്നിരിക്കാം, 2 പേര് ജപിച്ചെന്നിരിക്കാം, 10 പേര് ജപിച്ചെന്നിരിക്കാം. പരിശുദ്ധി, അവരുടെ പരിശുദ്ധി അനുസരിച്ച് അവർക്ക് നാമം ജപിക്കാൻ സാധിക്കും. പക്ഷെ ലോകം മുഴുവനും നാമം ജപിപ്പിക്കണമെങ്കിൽ ആര് തന്നെ വരണം? ഭഗവാൻ തന്നെ വരണം. കാരണം മറ്റു യുഗങ്ങളിൽ ഭഗവാൻ അവതരിക്കുന്നത് എന്തിനാണ്? ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുക, അസുരന്മാരെ നിഗ്രഹിക്കുക, സാധുക്കളെ സംരക്ഷിക്കുക, അല്ലേ? പക്ഷെ കലിയുഗത്തിലെ അസുരന്മാരെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാ വീട്ടിലും പോകണം, മെഷീൻ ഗണ്ണും കൊണ്ടുപോകണം. കാരണം വാൾ വെച്ചൊന്നും വെട്ടിക്കൊല്ലാൻ പറ്റില്ല. മെഷീൻ ഗണ്ണും കൊണ്ടുപോയിട്ട് എല്ലാവരെയും വെടിച്ചു. കാരണം എല്ലാവർക്കും അസുര സ്വഭാവമാണ്. സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ രാവണൻ എന്ത് തെറ്റ് ചെയ്തു? രാവണൻ നല്ല രാജാവാണ്, രാജ്യം നന്നായിട്ട് ഭരിച്ചിരുന്നു. ലങ്കാപുരി, സ്വർണ്ണ ലങ്ക, ലങ്കയിൽ എല്ലാ തരത്തിലും ഐശ്വര്യം ഉണ്ടായിരുന്നു. പക്ഷെ രാവണൻ ഒരു തെറ്റേ ചെയ്തോളൂ. എന്താണ്? അടുത്തയാളുടെ ഭാര്യയെ ആഗ്രഹിച്ചു. ഇത് മാത്രമേ ചെയ്തോളൂ. അപ്പോൾ കലിയുഗത്തിലെ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? സ്വന്തം ഭാര്യയെ വിളിച്ച് ബാക്കി എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കും. കാരണം അത്ര മാലിന്യമാണ് കലിയുഗത്തിലെ. അപ്പോൾ അസുരന്മാരാണോ അല്ലയോ കലിയുഗത്തിലെ? എല്ലാവരുടെ ഹൃദയവും അസുര സ്വഭാവം കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ കൊല്ലണം ഭഗവാൻ വന്നു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു കലിയുഗത്തിൽ അങ്ങനെ കാരുണ്യം കൊടുക്കാൻ പറ്റില്ല, എല്ലാവരെയും കൊന്നിട്ട് എങ്ങനെ കാരുണ്യം കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് പ്ലാന് മാറ്റി. കലിയുഗത്തിലെ മഹാപ്രഭുവായിട്ട് വന്നിട്ട് നാമം കൊടുക്കാം, എല്ലാവർക്കും നാമജപം കൊടുത്തു കഴിഞ്ഞാൽ അവർ നാമജപത്തിൽ കൂടെ പരിശുദ്ധമായി ഭഗവാനിലെത്തും, അവർക്ക് സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. അതിനുവേണ്ടി മഹാപ്രഭു അവതരിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഈ നാമം ലോകം മുഴുവനും പ്രചരിപ്പിച്ചത്. അതിന് ഒരു സേനാധിപതി ഭക്തൻ വന്നു. അതാരാണ്? അതും ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പ്രഭുപാദ് വരുന്നതിന് മുമ്പ് തന്നെ, ഭക്തിവേദാന്ത സ്വാമി വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഭക്തൻ വരും. ചൈതന്യ മഹാപ്രഭു നാമം അന്ന് പ്രചരണം ചെയ്തു, എല്ലാവർക്കും വിതരണം ചെയ്തു. അത് സ്വീകരിക്കാതെ കുറേ പേര് രക്ഷപ്പെട്ടുപോയി, കുറേ ആത്മാക്കൾ രക്ഷപ്പെട്ടുപോയി. അവരിൽ എത്തിക്കാൻ വേണ്ടി ഒരു സേനാധിപതി ഭക്തൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ എംപവേർഡ് ആചാര്യ. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുയുടെ മുഴുവൻ അനുഗ്രഹവും പ്രഭുപാദിന് കൊടുത്തതുകൊണ്ട് പ്രഭുപാദ് ലോകം മുഴുവനും പോയി ആൾക്കാരെ നാമം പ്രചരിപ്പിച്ചു. ഇന്ത്യയിലുള്ളവർക്ക് കൃഷ്ണൻ ആരാണെന്നറിയാം, രാധ ആരാണെന്നറിയാം, നാമം പറഞ്ഞാൽ മനസ്സിലാവും. അമേരിക്കയിലിരിക്കുന്നവർക്ക് എങ്ങനെ മനസ്സിലാവും? ഉഗാണ്ടയിലിരിക്കുന്നവർക്ക് എങ്ങനെ മനസ്സിലാവും? അല്ലേ? സൗത്ത് ആഫ്രിക്കയിലിരിക്കുന്നവർക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പോൾ ഇവരൊക്കെ നാമം ജപിക്കുന്നു. അവർക്ക് വായിക്കാത്ത ഹരേ കൃഷ്ണ എന്ന് വരില്ല. എങ്ങനെ രത്നാകരനെ രാമ രാമ എന്ന് ജപിക്കാൻ പറ്റില്ലയോ അതുപോലെയാണ് അവരുടെ അവസ്ഥ. അവർ അളയ കൃഷ്ണ അളയ കൃഷ്ണ കൃഷ്ണ അളയാളെ അളയളാമ അളയളാമ എന്നൊക്കെ ജപിക്കും. വലിയ പ്രയാസമാണ്. അപ്പോൾ ഒരിക്കൽ പ്രഭുപാദ് എന്ത് വെച്ചാൽ ഈ നാമം സൗത്ത് ആഫ്രിക്കയിലുള്ള ആൾക്കാർക്ക് നാമം ജപിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം നാമം എത്ര പഠിപ്പിച്ചിട്ടും അവരെ കൊണ്ട് ജപിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞു, ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, പ്രഭുപാദ് ഞങ്ങൾക്ക് ഇവർക്കൊന്നും നാമം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവരെ കൊണ്ട് ജപിക്കാനേ സാധിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ പ്രഭുപാദ് പറയും, എങ്കിൽ നിങ്ങൾ പഞ്ചതത്വ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. പഞ്ചതത്വ മന്ത്രം എങ്ങനെ ജപിക്കും? ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഇത്രയും നാമങ്ങളുണ്ട്. മറ്റതിൽ എത്ര ഉണ്ട്? ഹരേ കൃഷ്ണ രാമ, ഇത്രയേ ഉള്ളൂ. ഏതാണ് എളുപ്പം ജപിക്കാം? ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. പക്ഷെ അവർക്ക് പറ്റിയില്ല. അപ്പോൾ പ്രഭുപാദ് എന്ത് പറഞ്ഞു? പഞ്ചതത്വം അങ്ങ് ജപിക്കാൻ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ ഇവർ പറഞ്ഞു, പ്രഭുപാദ് പറഞ്ഞുകൊണ്ട് ഗുരു പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് എല്ലാവർക്കും പോയിട്ട് പഞ്ചതത്വ മന്ത്രം പറഞ്ഞു കൊടുത്തു. പഞ്ചതത്വ മന്ത്രം പറഞ്ഞപ്പോൾ അതെല്ലാം അവർ പഠിച്ചു. പഞ്ചതത്വ പഠിച്ചതും അവർ ഈസി ആയിട്ട് ഹരേ കൃഷ്ണ ജപിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? പഞ്ചതത്വയുടെ ആ 5 തത്വങ്ങൾ, കൃഷ്ണ, ബലരാമ, നാരദമുനി, ശ്രീമതി രാധാറാണി, ഭക്തന്മാർ, ഇവരുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ കൃഷ്ണ എന്ന് നാമം വായിക്കാത്ത വരത്തില്ല. അല്ലെങ്കിൽ അത്ര നിസ്സാരമായിട്ട് ഒരാൾക്ക് നാമം ജപിക്കാൻ പറ്റില്ല.
അവർ നിസ്സാരമായിട്ട് നമ്മൾ ഇത്രയും വലിയ ഒരു കാര്യം അവർക്ക് കൊടുക്കുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്തിട്ട് പോകും. അത് അവരുടെ ദുർഭാഗ്യം, ഭാഗ്യമില്ലായ്മയാണ്. അപ്പോൾ ആ ഭാഗ്യം ആർക്ക് കിട്ടും? ചൈതന്യ മഹാപ്രഭുയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് നാമം ജപിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ ഒരു കരുണാവതാരമാണ് ആരുടെ അവതാരം? ചൈതന്യ മഹാപ്രഭുയുടെ അവതാരം. അപ്പോൾ ഈ ചൈതന്യ മഹാപ്രഭുയുടെ ഹിസ്റ്ററി എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വരൂപ ദാമോദര ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. സ്വരൂപ ദാമോദര ഗോസ്വാമി, രഘുനാഥദാസ ഗോസ്വാമി, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി, ഇവർ 3 പേരും ചെറുപ്പത്തിലെ ചൈതന്യ മഹാപ്രഭു ചെയ്ത ലീലകളെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്തിട്ട് അവർ 3 പേരും 3 ഗ്രന്ഥങ്ങൾ രചിച്ചു. ഒന്ന് ചൈതന്യ ചരിതാമൃതം, ഇനി ഒന്ന് ചൈതന്യ ഭാഗവതം, ഇനി ഒന്ന് ചൈതന്യ മംഗളം. ഇങ്ങനെ 3 ഗ്രന്ഥങ്ങൾ രചിച്ചു. അപ്പോൾ ആധ്യാത്മികത്തിൽ അതാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ഒരു ബ്ലെസ്സിങ്സ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്ന ആരും നാമം ജപിച്ചു പോകും. അത് എത്ര പാവിയായിരുന്നാലും ശരി, എത്ര പറ്റാത്ത വ്യക്തികളായാലും ജപിച്ചു പോകും. കാരണം നമ്മൾ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ചൈതന്യ മഹാപ്രഭുയുടെ കാരുണ്യമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഭഗവത്ഗീത പഠിക്കും, ശ്രീമദ് ഭാഗവതം പഠിക്കും, ചൈതന്യ ചരിതാമൃതം പഠിക്കും. ഇത് 3നും കണക്ഷനുണ്ട്. ഒരാൾക്ക് ആധ്യാത്മികം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അവർ ഭഗവത്ഗീത പഠിക്കണം. ഞാൻ ആരാണ്, ഞാൻ എന്തിന് ജനിച്ചു, ഞാൻ എവിടെയാണ് എത്തേണ്ടത്, ഞാൻ ചെയ്യേണ്ട ധർമ്മം എന്താണ് എന്നൊരാൾ മനസ്സിലാക്കണമെങ്കിൽ അവരെന്ത് പഠിക്കണം? ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീത പഠിച്ചാലേ ഇത്രയും മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിക്കണം എന്നുള്ള കാര്യം ഭഗവത്ഗീതയിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ ഡയറക്റ്റായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പോയാലും മനസ്സിലാവില്ല. അപ്പോഴും ആൾക്കാർ സാധന ചെയ്യില്ല. കൃഷ്ണ കഥ രസിക്കും. ശൃൺവതാം സുഗത കൃഷ്ണ പുണ്യശ്രവണ കീർത്തനം. ഭഗവാന്റെ കഥ കേൾക്കുന്നത് പുണ്യശ്രവണമാണ്. ഹൃദയന്തസ്തോഹി അഭദ്രാണി വിധിനോദി സുദീർസതാം. ആ ഹൃദയത്തിലിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും പോകും, അത് സത്യമാണ്. പക്ഷേ അവർ സാധനാഭക്തിയിൽ വരാതെ എവിടെ എത്താൻ പറ്റില്ല? അടുത്ത ലെവലിൽ എത്താൻ പറ്റില്ല. അപ്പം അടുത്ത ലെവലിൽ എത്തണമെങ്കിൽ അവരെന്ത് ചെയ്യണം? സാധനാഭക്തി. അപ്പോൾ ഭഗവത്ഗീത മനസ്സിലാക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതം അവർക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ കൈവല്യ ഭക്തി. അപ്പോൾ ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ ഒരു ഭക്തൻ്റെ നിലവാരം, ഭക്തൻ എങ്ങനെ ജീവിച്ചു, അതായത് പ്രഹ്ലാദ മഹാരാജിനെ കുറിച്ച് നമ്മൾ എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രീമദ് ഭാഗവതം. ധ്രുവ മഹാരാജിനെ കുറിച്ച് എവിടെ നിന്ന് മനസ്സിലാക്കും? ശ്രീമദ്. 5 വയസ്സ് കുട്ടിക്ക് ഇത്രയും വൈരാഗ്യമാണ്. ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലീല എന്ന് പറഞ്ഞാൽ ധ്രുവ മഹാരാജിൻ്റെ ചരിത്രമാണ്. കാരണം ധ്രുവ മഹാരാജിനെ എത്ര കേട്ടാലും എത്ര പ്രാവശ്യം പറഞ്ഞാലും ശരി തന്നെ ആ വൈരാഗ്യം ആർക്കുണ്ടായിരുന്നുള്ളൂ? ആർക്കുണ്ടായി? 5 വയസ്സ് കുട്ടി അച്ഛൻ്റെ മടിയിലിരിക്കാൻ പോയപ്പോൾ അമ്മ ഓട്ടിച്ചു. 2ാം അമ്മ എന്താണ്, നിനക്ക് ഇരിക്കാൻ യോഗ്യതയില്ല, ഇനി ഇരിക്കണമെങ്കിൽ എൻ്റെ ഗർഭത്തിലൊന്നും ജനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജന്മത്തിൽ നടക്കില്ല. പക്ഷെ ആ കുട്ടി അമ്മയുടെ പോയി കരയും. ആദ്യത്തെ അമ്മയുടെ കരഞ്ഞപ്പോൾ അമ്മ പറയും, നീ പോയി കാട്ടിൽ പോയി തപസ് ചെയ്യും, വിഷ്ണുവിന് വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും സാധിക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടി 5 വയസ്സ് കുട്ടി കാട്ടിൽ പോയി. നാരദമുനി ഒരുപാട് ഡിസ്കറേജ് ചെയ്തു, ഒന്നും വ്യതിചലിച്ചില്ല. അവിടെ നിന്ന് തപസ് ചെയ്ത് ഭഗവാനെ കണ്ടു, അല്ലേ? ബ്രഹ്മലോകം വരെ ശ്വാസം മുട്ടി, അത്രയും കഠിന തപസ് ചെയ്ത് 5 വയസ്സ് കുട്ടി. എന്നിട്ട് ഭഗവാൻ നേരിട്ട് വന്ന് ദർശനം കൊടുത്തു. അപ്പോൾ ആ വൈരാഗ്യം നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭക്തന്മാർ എങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യം നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ABCD പഠിച്ചു, ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തു, ഡിഗ്രിക്ക് പഠിച്ചു. അപ്പോൾ അതോടെ നിർത്താമോ? ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കണം. അതാണ് ചൈതന്യ ചരിതാമൃതം. അപ്പോൾ ചൈതന്യ ചരിതാമൃതം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ അവതാര ലക്ഷ്യം എന്താണ്, ഈ കരുണാവതാരം ചൈതന്യ മഹാപ്രഭുയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണ്, എന്തിനാണ് ഭഗവാൻ ഒരു ഭക്തനായിട്ട് ജനിക്കുന്നത്? ഭഗവാൻ എന്തൊക്കെ ആയിട്ട് ജനിച്ചിട്ടുണ്ട്? നരസിംഹമായിട്ട്, മൃഗമായിട്ട് ജനിച്ചിട്ടുണ്ട്, അല്ലേ? മൃഗവും മനുഷ്യരായിട്ട് ജനിച്ചിട്ടുണ്ട്, രാമചന്ദ്രമൂർത്തിയായിട്ട് ജനിച്ചു, കൃഷ്ണനായിട്ട് ജനിച്ചു. അപ്പോൾ ഇവിടെ എന്തായിട്ട് ജനിച്ചിരിക്കുന്നു? ഭക്തനായിട്ട് ജനിച്ചു, ഭഗവാൻ തന്നെ. അപ്പോൾ അങ്ങനെ വരേണ്ട ആവശ്യം എന്താണ്? ഭഗവാൻ എന്തിനാ ഭക്തനായിട്ട് വരണം എന്ന് ചോദിച്ചാൽ, ഭക്തി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, എന്തൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വീഴ്ചകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ശരിയാക്കണമെങ്കിൽ അത് പഠിച്ചിരിക്കണം. അപ്പോൾ ഒരു ഹയർ സ്റ്റഡിക്ക് പോകുമ്പോൾ വളരെ ഡീറ്റെയിലായിട്ട് PhD പഠിക്കുന്ന ഒരാൾക്ക് റിസർച്ച് ചെയ്ത് അവർ ഡീറ്റെയിലിരിക്കും, അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതുപോലെ ചൈതന്യ ചരിതാമൃതം മനസ്സിലാക്കുമ്പോൾ ആധ്യാത്മികത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. സാക്ഷാത് ഭഗവാൻ ആരാണ് എന്ന് വ്യക്തമായിട്ട്
മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചൈതന്യ ചരിതാമൃതം പഠിക്കുമ്പോൾ മാത്രമാണ് ഒരു ഇന്നർ മീനിങ്, ആ ആധ്യാത്മികത്തിൽ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ചൈതന്യ ഭാഗവതത്തിലെ ചൈൽഡ്ഹുഡ് പാസ്റ്റൈംസ്, ഭഗവാന്റെ ചെറുപ്പകാല ലീലകളെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. അടുത്ത ചൈതന്യ മംഗളത്തിൽ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതി, ഭഗവാൻ ആരാണ് എന്ന് ചൈതന്യ മഹാപ്രഭു കാണിച്ചു. ചൈതന്യ മഹാ സാക്ഷാത് ഭഗവാനാണ്. പക്ഷെ ആ ഭഗവാൻ നമ്മളെങ്ങനെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണം, ഈവൻ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല. ഭഗവാന്റെ ഫ്രണ്ടിൽ പോയിട്ട് എനിക്ക് വീട് താ ഭഗവാനെ, എനിക്ക് കുട്ടി താ ഭഗവാനെ, എനിക്ക് പൈസ താ ഭഗവാനെ, എനിക്ക് ലോട്ടറി അടിക്കണേ, ഇങ്ങനെ ലിസ്റ്റുമായിട്ട് പോകും. എന്നിട്ട് പറയും എനിക്ക് 2 ആഗ്രഹമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറയും. ആ 2 ആഗ്രഹത്തോട് തീരുമോ? 2 ആഗ്രഹം തീർന്നപ്പോൾ 3ാമത്തെ ആഗ്രഹം അടുത്തത് വരും. അപ്പോൾ നമ്മുടെ ആഗ്രഹം ഒരിക്കലും തീരില്ല. ഒരു മരത്തിലെ എത്ര ഇലകളുണ്ടോ വൃക്ഷത്തിൽ, അത്രയും ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അത് ഒരിക്കലും തീരാൻ പോകുന്നില്ല. അതുപോലെ നമ്മൾ എന്താ പറയുക വെച്ചാൽ ഭഗവാന്റെ എന്താ പറയുക, ആ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ നമുക്ക് അറിയില്ല. അപ്പോൾ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഭഗവാൻ തന്നെ നമ്മളെ പഠിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭു എങ്ങനെ ഭഗവാനെ ഗ്ലോറിഫൈ, അല്ലെങ്കിൽ ഭക്തന്മാർ പഠിപ്പിക്കും. പ്രഹ്ലാദ സ്തുതി, കുന്തി സ്തുതി, ധ്രുവസ്തുതി. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പഠിക്കുക. അല്ലാതെ നമ്മളായിട്ടൊരു സ്തുതി ഉണ്ടാക്കാൻ നിൽക്കുക. ആൾക്കാർ ഉടനെ കവിത എഴുതും, ഉടനെ മന്ത്രം എഴുതും, മന്ത്രമൊക്കെ ഉണ്ടാക്കിപ്പോയി ആൾക്കാർ. അപ്പോൾ അതൊക്കെ തെറ്റാണ്. കാരണം നമുക്ക് മന്ത്രമുണ്ടാക്കാനോ കവിത എഴുതാനോ ഉള്ള ജ്ഞാനമില്ല ഭഗവാനെ കുറിച്ച്. കവിത ഉണ്ടാക്കണം. ഈവൻ ഇസ്കോണിലെ ഭഗവാന്റെ ചിത്രങ്ങൾ വരച്ചിട്ട് വളരെ സ്പെഷ്യലായിരിക്കും, അതിന് ജീവനുള്ളതായിട്ട് തോന്നും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഭഗവാന്റെ ചിത്രം വരയ്ക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ എങ്ങനെയൊക്കെയാണോ ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത്, ശ്രീമദ് ഭാഗവതത്തിൽ എങ്ങനെയാണോ ധ്രുവമഹാരാജിനെ വർണ്ണിച്ചിരിക്കുന്നത്, അതുപോലെ വരച്ചു. മഹാബലി ചക്രവർത്തി വാമനമൂർത്തി എങ്ങനെ ഉണ്ടാവും? ഇസ്കോണിലെ വാമനമൂർത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോറിനറെ പോലെ ഇരിക്കും, സ്വർണ്ണ കളറിൽ മുടിയും നല്ല പൂച്ചക്കണ്ണ് പോലെയും നല്ല ഉണ്ട്. യഥാർത്ഥത്തിൽ സ്വർണ്ണ കളറാണ് വാമനമൂർത്തി. അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം സ്വർണ്ണ കളറിലിരിക്കും. ഉള്ള ബ്രാഹ്മണനാണ്, ഭയങ്കര തേജസ്, കോടി സൂര്യൻ്റെ തേജസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ആ പിക്ചറിനൊരു വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ്, വാമനമൂർത്തി വരച്ച വേറെ മാതിരി കോമാളി പോലെ വരച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ അത്രയും ഭംഗിയും മനോഹരമായിട്ട് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു വരാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ആന്തരികമായ കാരണം, ഇനി ഒന്ന് ബാഹ്യമായ കാരണം എന്ന് പറയും. അതായത് മറ്റ് അവതാരങ്ങളെല്ലാം ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. കൃഷ്ണൻ എന്തിനു വന്നു? ഭഗവത്ഗീത പഠിപ്പിക്കാൻ വന്നു അല്ലേ? അപ്പോൾ കൃഷ്ണൻ ഭഗവത്ഗീത പഠിപ്പിക്കാൻ വന്നു. ചൈതന്യ മഹാപ്രഭു എന്തിനു വന്നു എന്ന് പറഞ്ഞാൽ നാമപ്രചരണം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു, നമുക്ക് കൃഷ്ണപ്രേമം തരാൻ വന്നു. ഹരേ കൃഷ്ണയിൽ ചിലപ്പോൾ മന്ത്രം പാടുമ്പോൾ എല്ലാവരും കൈയടിക്കും. നമ്മളെ നാട്ടിലെ എല്ലാവരും കൈ ഇങ്ങനെ ഇറുക പിടിച്ച് കൈയടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ആൾക്കാരെന്ത് വിചാരിക്കും അല്ലേ? പക്ഷേ ഹരേ കൃഷ്ണയിൽ എല്ലാവരും കൈയടിക്കുന്നു, എല്ലാവരും ഡാൻസ് ചെയ്യും ചിലപ്പോൾ. അപ്പോൾ ചിലപ്പോൾ നമ്മളെ പറയും ബന്ധുക്കോസ്തുകാരാണ്, ഇവർ കൈ വെക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, കൈയടിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ആ കൈയടിക്കണമെങ്കിൽ, ഡാൻസ് ചെയ്യണമെങ്കിൽ ഉള്ളിലിരുന്ന ഒരു സന്തോഷം വരണം. ഒരിക്കലും ഹൃദയത്തിൽ സന്തോഷമില്ലാതെ പുറമേ കൈയടിക്കാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല, ആടാൻ പറ്റില്ല. 6 ക്രിക്കറ്റിൽ അടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ കിടന്ന് ചാടും, ഡൈവ് അടിക്കും, എടുത്തെറിയും, എല്ലാം ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു ചെറിയ അല്പസന്തോഷം കിട്ടി. അല്പസന്തോഷികളാണ് നമ്മളെല്ലാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ യഥാർത്ഥ ഹാപ്പിനെസ് വേറെയാണ് അല്ലേ? ആനന്ദാമ്പുതി വർധന, ആധ്യാത്മികത്തിൽ മാത്രമേ ആനന്ദം വർദ്ധിക്കത്തുള്ളൂ, ബാക്കി എല്ലാത്തിനും ആനന്ദം തീരും. ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞാൽ തീർന്നു, എല്ലാം കൂടെ ഇങ്ങനെ ബോധം കിട്ടും. അതുവരെ ആനന്ദമായിരിക്കും അല്ലേ? എല്ലാ ഭൗതിക ലോകത്തിലെ ചെറിയ കാര്യമാണ്. അപ്പോൾ അല്പസന്തോഷികളാണ് നമ്മൾ. പക്ഷെ യഥാർത്ഥ സന്തോഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമത്തിൽ നൃത്തം ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നൃത്തം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ കൃഷ്ണപ്രേമം വന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു എന്തിനാണ് അവതരിച്ചിരിക്കുന്നത്? ബാക്കിയുള്ളവർ ധർമ്മം പഠിപ്പിക്കാൻ വന്നെങ്കിൽ ചൈതന്യ മഹാപ്രഭു കൃഷ്ണപ്രേമം തരാൻ വന്നതാണ്. അതാണ് നമ്മളിൽ കാണുന്നത്. നമ്മൾ അറിയാതെ ആ 1 മണിക്കൂർ എല്ലാം മറന്നിട്ട് നമ്മൾ വിചാരിക്കും വരണം, പോകണം, പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഈ തല കാണിച്ചിട്ട് പോകാമെന്നൊക്കെ വരും. പക്ഷെ വന്നപ്പോൾ പ്ലാനൊക്കെ അങ്ങ് മാറും. കുറച്ച് നേരം ഇരിക്കാം, കുറച്ച് നേരം കേൾക്കാം, കുറച്ചുകൂടെ ഇരിക്കാം, പിന്നെ മനസ്സായിട്ട് ആൾക്കാർ ഇറങ്ങിപ്പോകും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാപ്രഭുയുടെ കാരുണ്യമാണ്. അപ്പോൾ ആ കീർത്തനം കേൾക്ക നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലെ എന്താ പറയുക ഹൃദയഗ്രന്ഥി, ആ അഴുക്ക്, ആ കെട്ട്, ഇതെല്ലാം ഇല്ലാതായിരിക്കും.
അതാണ് മഹാപ്രഭുവിടെ അവതാരത്തിൻ്റെ ലക്ഷ്യം. എല്ലാ ഫാളൻ സോൾസ്, വീണുപോയ ആത്മാക്കളെ ഉദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുയുടെ വരവിൻ്റെ ലക്ഷ്യം, പ്രചരണം ചെയ്യുക. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചുകൊണ്ട് ലോകം മുഴുവനും പ്രചരണം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇനി ചൈതന്യ മഹാപ്രഭുയുടെ ഒരു സീക്രട്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാധാറാണി ആരാണ്, രാധാറാണിയുടെ സ്നേഹം എന്താണ് എന്ന് ആർക്ക് മനസ്സിലാക്കണം? കൃഷ്ണന് മനസ്സിലാക്കണം. രാധാറാണിക്ക് ഈ ലോകത്തിൽ എന്ത് കൊടുത്താലും വേണ്ട, രാധാറാണിക്ക് അത് തരാം ഇത് തരാം, എന്ത് തന്നാലും രാധാറാണി എനിക്ക് വേണ്ട കൃഷ്ണൻ. പക്ഷെ രാധാറാണിക്ക് ഒരു ക്ഷണം കൃഷ്ണനെ കണ്ടില്ലെങ്കിൽ രാധ കരഞ്ഞു തുടങ്ങും. രാധ കരയണ കണ്ടിട്ട് മറ്റു ഗോപികളെല്ലാം കരയും. ഇത് കണ്ട് ഇങ്ങനെ കേട്ട് കേട്ട് എല്ലാ ഗോപികളും കരയും. വൃന്ദാവനത്തിൽ ഒരു കുളം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രേമ സരോവരം. പ്രേമം കൊണ്ടവരെല്ലാം കരഞ്ഞങ്ങനെ ഒരു സരോവരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രാധയ്ക്ക് കൃഷ്ണൻ തിരിച്ചെന്ത് കൊടുക്കും? എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ കൃഷ്ണൻ പറയും, ഞാനൊരു നല്ല ഭർത്താവിന് തട്ടെ. ഭർത്താവും വേണ്ട, ഒന്നും വേണ്ട, കൃഷ്ണൻ എന്നെ വിട് എന്ന് പറയും. ശരി, ആഭരണം തരട്ടെ, ആഭരണമൊന്നും വേണ്ട, വസ്ത്രം തരട്ടെ, വസ്ത്രം വേണ്ട. പിന്നെ എന്താണ് വേണ്ടത്? എപ്പോഴും കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കണം. ഇതാണ് ഗോപികളുടെ ആഗ്രഹം. കാരണം അവർ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ അവരിൽ നിന്ന് ആ സന്തോഷത്തിന് പിരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് കൃഷ്ണപ്രേമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൃഷ്ണപ്രേമം ചൈതന്യ മഹാപ്രഭു തന്നു. അതുമാത്രമല്ല, ഈ രാധാറാണി, കൃഷ്ണന് ഒരു ആഗ്രഹം വന്നു, ഈ രാധാറാണി എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതെനിക്കൊന്ന് മനസ്സിലാക്കണം. ആ പ്രേമം എങ്ങനെയാണ് പ്രേമിക്കുന്നു? അതുകൊണ്ട് അടുത്തത് എന്തായിട്ട് വന്നു? കൃഷ്ണൻ തന്നെയാണ് മഹാപ്രഭു രാധയുടെ ഭാവത്തിൽ. രാധ എങ്ങനെയാണോ കൃഷ്ണനെ സേവിച്ചത് അതുപോലെ ഭക്തനായിട്ട് വന്നിട്ട് മഹാപ്രഭു കൃഷ്ണനെ സേവിച്ചു. അതുകൊണ്ട് മഹാപ്രഭു എന്ന് വെച്ചാൽ കൃഷ്ണനാമം ജപിക്കുക അങ്ങനെ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ ഈ ഭൂമിയിൽ അവതരിക്കണം എന്ന് ഒരാൾ റിക്വസ്റ്റ് ചെയ്യും. അതാണ് അദ്വൈതാചാര്യൻ. അത് ശിവൻ്റെ അവതാരമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താണ്? ഭഗവാനെ, ഈ കലിയുഗത്തിലെ എല്ലാവരും, പ്രത്യേകിച്ച് കൽക്കട്ടയിൽ എല്ലാവരും കാളിപൂജ ചെയ്യുക, നരബലി കൊടുക്കുക, ഇങ്ങനെ ഒരു സമയമായിരുന്നു 500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ. ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഇതിനൊരു അന്ത്യമില്ലേ ഭഗവാനെ, ഇവർക്കൊക്കെ മോക്ഷം കിട്ടും? ഈ കലിയുഗത്തിൽ ഇത്രയും ദുഷിച്ച ആത്മാക്കളായി പോയല്ലേ, ഇവരെ രക്ഷിക്കാൻ സാക്ഷാത് ഭഗവാൻ തന്നെ ഇറങ്ങി വരണം എന്ന് പറഞ്ഞ് ഡെയിലി ശാലഗ്രാമശില വെച്ച് തുളസി വെച്ച് ഗംഗാദേവിയെ ഉറക്കെ വിളിക്കും. ഭഗവാനെ നാരായണ എന്ന് പറഞ്ഞ് ഡെയിലി ഉറക്കെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കേട്ടിട്ട് ഭഗവാൻ ഇറങ്ങി. ഭഗവാന്റെ ആഗ്രഹം ഇത്രയുണ്ടായിരുന്നു. രാധാറാണിയുടെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ കൃഷ്ണപ്രേമം ലോകം മുഴുവനും കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഭക്തൻ്റെ പ്രാർത്ഥന കൂടെ കേട്ടപ്പോൾ ഇമ്മീഡിയറ്റ് രക്ഷിക്കണം. അപ്പോൾ ചൈതന്യ മഹാപ്രഭു വന്ന സമയം എങ്ങനെയാണ്? ഇതുപോലെ ഒരു ചന്ദ്രഗ്രഹണ സമയത്തിലാണ്. അപ്പോൾ ചന്ദ്രഗ്രഹണ സമയത്തിൽ ആൾക്കാരെല്ലാം ഗ്രഹണമാണെങ്കിൽ പുറത്തിറങ്ങില്ല. പക്ഷെ ഇന്നത്തെ ഗ്രഹത്തിന് വളരെ വിശേഷമാണ്. ഇന്നത്തെ ഗ്രഹണത്തിൽ ആരൊക്കെ നാമം ജപിച്ചോ എല്ലാവർക്കും കൃഷ്ണപ്രേമം ഉറപ്പാണ്, സംശയമേ വേണ്ട. കാരണം ഇത് വളരെ സ്പെഷ്യലാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. ആ ഗ്രഹണ സമയത്തിൽ ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? ഗംഗയിൽ എന്ത് ചെയ്യും? എല്ലാവരും ഗ്രഹണം കഴിഞ്ഞാൽ നേരെ പോയി ഗംഗയിൽ കുളിക്കാൻ പോകും. അപ്പോൾ നെറുമാസ ഗർഭിണിയായിട്ട് ആരായിരിക്കണം? സച്ചിമാത ചൈതന്യമാ. ഒരുപാട് കാലത്തിന് ശേഷം കൃഷ്ണലീല പോലെ ഒരു കുട്ടി ജനിച്ചു, പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ മരിച്ചുപോയി. 6 കുട്ടികൾ. 7ാമത്തെ കുട്ടിയാണ് ചൈതന്യ മഹാപ്രഭു ഗർഭത്തിലിരിക്കുന്നു. അപ്പോൾ ഒരു വേപ്പിൻ്റെ ചോട്ടിൽ അവർ വന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ വയ്യാതെയാവും. ഗ്രഹണം തീർന്നു, അവർ പുറത്തിറങ്ങി കുളിക്കാനായിട്ട് പോകാൻ വേണ്ടി അങ്ങനെ വന്നതും വേപ്പിൻ്റെ ചുറ്റിൽ അങ്ങനെ വയ്യാതെയായ മരത്തിനെ പിടിച്ചുകൊണ്ടേയിരിക്കും. ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഗ്രഹണം തീർന്നു, ഗംഗയിലിറങ്ങി ഹരി ബോൽ, ഹരി 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 എന്ന് എല്ലാവരും അങ്ങ് ജപിച്ചു. അറിയാതെ ഹരി 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 എന്ന് ജപിക്കുകയാണ്. എല്ലാവരും ഗംഗയിൽ കുളിക്കുമ്പോൾ എല്ലാവരും ഹരി നാമം ജപിക്കും. അപ്പോൾ ഹരിയെ ജപിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ചൈതന്യ പ്രസവിച്ചു. എവിടെ പ്രസവിച്ചു? നീം വേപ്പൻ്റെ ചോട്ടിൽ പ്രസവിച്ചു. അപ്പോൾ പേര് വെച്ചു. എങ്ങനെ പേര് വെച്ചു എന്ന് ചോദിച്ചാൽ നിമായി എന്ന് പേര് വെച്ചു, വേപ്പ് എന്ന് പേര് വെച്ചു. തമിഴ്നാട്ടിലൊക്കെ വേപ്പ് എന്ന് പേര് വയ്ക്കും ആൾക്കാർ. അപ്പോൾ വേപ്പ് എന്നൊക്കെ ആരെങ്കിലും പേര് വയ്ക്കുമോ എന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും കാലത്തിന് ശേഷം ഉണ്ടായ കുട്ടിയെ ആരും കണ്ണിടാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും മോശമായിരിക്കും, അയ്യേ എന്ത് പേര്, അപ്പോൾ കണ്ണങ്ങ് പോകും.
അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല സുന്ദരനായ കുട്ടിക്ക് പണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കും, ഇവിടെ ഒരു പൊട്ട്, ഇവിടെ ഒരു പൊട്ട്, ഇവിടേക്ക് വയ്ക്കും. എന്തിനാണ്? അതിനെ കണ്ണിടാതിരിക്കും. കാരണം നല്ല സുന്ദരനാണ്. അത് സുന്ദരനാണെന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് ആ പൊട്ട് അവിടെ വെക്കണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ അതുപോലെ ചൈതന്യ മഹാപ്രഭുവിന് നിമായി എന്ന് പേര് വെച്ചു. പക്ഷെ ചൈതന്യ മഹാപ്രഭു ജനിച്ചപ്പോൾ എല്ലാവരും ഹരിനാമം ജനിപ്പിക്കുന്ന അതേ സമയത്തിൽ ഭഗവാൻ ജനിച്ചു. ഭഗവാൻ ജനിച്ചതും ആ വീട്ടിലെല്ലാവരും തേജസ് സ്വർണ്ണ കളറിൽ, സ്വർണം പോലെ ഇരിക്കുന്നു. ഗോൾഡൻ കളറാണ് ചൈതന്യ മഹാപ്രഭു, സ്പെഷ്യൽ വർണ്ണം, സ്വർണ്ണ വർണ്ണത്തിൽ ജനിച്ചു. അങ്ങനെ വന്നത് എല്ലാവരും ഭയങ്കര അട്രാക്ഷൻ. ദേവന്മാരെല്ലാം വന്നിരിക്കുന്നു. ആരൊക്കെയോ പരിചയമില്ലാത്ത സുന്ദരന്മാരായ ആൾക്കാർ, ബ്രാഹ്മണന്മാരൊക്കെ വന്ന് കാണാൻ വരുന്നു. ഇത് വേറെ ആരുമല്ല, ദേവന്മാരെല്ലാം ഭഗവാൻ അവതരിക്കുമ്പോൾ വരും. അതുപോലെ ഇവരെല്ലാം കാണാൻ വന്നിരിക്കുന്ന അതേ സമയത്ത് എന്താണെന്ന് വെച്ചാൽ കുട്ടി പെട്ടെന്ന് കരഞ്ഞു. നല്ല വിളിച്ച് കരഞ്ഞു, ഒരു കൺട്രോൾ ഇല്ലാതെ കരയുന്നു, ഇങ്ങനെ ശ്വാസം മുട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും പേടിച്ചു. അപ്പോൾ എല്ലാവരും പേടിച്ചിട്ട് കുട്ടി എങ്ങനെയൊക്കെ കലം ഇട്ട് പൊട്ടിക്കും. കലം പൊട്ടിച്ചു കഴിഞ്ഞാൽ പേടിച്ചിട്ട് അങ്ങ് കരച്ചിൽ നിർത്തും. കലം പൊട്ടിച്ച് നോക്കി, എന്തൊക്കെയോ ചെയ്ത് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉടനെ ആൾക്കാർ എന്ത് വിചാരിച്ചു വെച്ചാൽ കൃഷ്ണ 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 നാരായണ നാരായണ എന്ന് ജപിച്ചു. എല്ലാവരും ജപിച്ചു, ഗ്രാമത്തിലിരിക്കുന്ന ആൾക്കാരെല്ലാം. കുട്ടി കരച്ചിൽ നിർത്തും. അപ്പോൾ എല്ലാവരും അയ്യോ ഭഗവാൻ രക്ഷിച്ചു, ഭഗവാന്റെ നാമം ജപിച്ചതും കുട്ടിയുടെ ആ പേടി മാറി, കരച്ചിൽ നിർത്തിച്ചു. അപ്പോൾ എല്ലാവരും നമ്മളെ കാര്യം നടന്ന പിന്നെ ഭഗവാനെ വിളിക്കില്ല. അതുപോലെ കാര്യം നടന്നു, കുട്ടിയുടെ കരച്ചിൽ നിന്നില്ലേ, അപ്പോൾ എല്ലാവരും നാമജപം നിർത്തിയപ്പോൾ ഭഗവാൻ തുടങ്ങി കരച്ചിൽ. അടുത്തത് കരച്ചിൽ അങ്ങ് തുടങ്ങിയതും അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? അയ്യോ പിന്നെയും കരയുന്നു എന്ന് പറഞ്ഞ് പിന്നെയും സമാധാനപ്പെടുത്തി നോക്കി, നടന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു നാമം ജപിക്ക്, ചിലപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് നിർത്തും. അതുപോലെ തിരിച്ച് നാമം ജപിച്ച് കുട്ടി കരച്ചിൽ നിർത്തും. അങ്ങനെ മുഴുവൻ ദിവസവും ആൾക്കാരെ കൊണ്ട് നാമം ജപിച്ചു. ഭഗവാന്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? നാമപ്രചരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ലീല തുടങ്ങുന്ന സമയത്ത് തന്നെ എന്താണ്, കംപ്ലീറ്റ് ആൾക്കാരെയും ഗംഗ മൊത്തവും ആ ഗ്രാമം നവദ്വീപ് മൊത്തവും എല്ലാവരും സന്തോഷം കൊണ്ട് നാമം ജപിച്ച് നൃത്തം വെച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഹരി 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 എന്നെല്ലാം ജപിച്ചു. അപ്പോൾ കുട്ടി കുറച്ച് വളർന്നു, ഇങ്ങനെ എഴഞ്ഞു പോകുന്നൊരു സമയമാണ്. ആ സമയത്തിൽ നോക്കിയപ്പോൾ ഒരു ദിവസം വീട്ടിൻ്റെ മുറ്റത്തിലൊരു പാമ്പിരിക്കും. ഉടനെ പാമ്പിനെ എന്ത് ചെയ്തു വെച്ചാൽ കുട്ടി എല്ലാവരും പേടിക്കും. പക്ഷേ ഈ കുട്ടികൾ കണ്ടാലും പേടിക്കും ചിലപ്പോൾ. ഈ പാമ്പിനെ പോയി ഇങ്ങനെ പിടിച്ചു, ഒരു പിടിച്ചതും പാമ്പ് നേരെ ചൈതന്യം പറഞ്ഞ് ഇങ്ങനെ ചുറ്റിയിട്ട് കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അനന്തൻ ഇങ്ങനെ ഇരിക്കും, ഇരിക്കുകയാണ്. വീട്ടുകാരെല്ലാവരുടെയും ശ്വാസം നിന്നു, എന്ത് പറ്റും? പക്ഷെ കുട്ടി ഭയങ്കര ചിരിയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ തലവെച്ച് കിടക്കും, ഇങ്ങനെ ഇരിക്കും, എല്ലാം ചെയ്യും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ആ ഒരു ലീല കാണിച്ചു. അതേപോലെ ഒരു ദിവസം കള്ളൻ വരും. കള്ളൻ വന്നിട്ട് കുട്ടിയെ മോഷ്ടിച്ചിട്ട് പോകും. കുട്ടി എന്തിനാ മോഷ്ടിച്ചത്? പണ്ടെല്ലാം ആഭരണം ഇടും, ഇപ്പം പ്ലാസ്റ്റിക്കല്ലേ ഇടത്തുള്ളൂ. പണ്ട് ഇപ്പം പ്ലാസ്റ്റിക് ഇടില്ല, കുട്ടിക്കൊന്നും കാണില്ല. പണ്ട് ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ചെയിനൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കും കുട്ടികളെ. പക്ഷേ ഇപ്പം അങ്ങനെ ഇട്ടിരുന്ന കുട്ടിയെ കാണില്ല. അപ്പോൾ എന്തായി എന്ന് വെച്ചാൽ ചൈതന്യ മുഴുവൻ ആഗ്രഹം വള, കാലിൽ കൊലുസ് എല്ലാം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കള്ളന്മാർ വന്ന് 2 പേര് വന്നിട്ട് ഉടനെ പറഞ്ഞു ഇവിടെ നിന്ന് കുട്ടി അടിച്ചുകൊണ്ട് പോകും. അടിച്ചിട്ട് ഇവിടെ വെച്ച് എടുത്താൽ ഊരിയ കുട്ടി കരയും പിടിക്കും, നമുക്ക് ദൂരെ കൊണ്ടുപോയി എടുക്കാം എന്ന് പറഞ്ഞ് തോളത്തെടുത്ത് വെച്ചു. എടുത്തിട്ട് അങ്ങ് ഓടുകയാണ്. ഓടിയിട്ട് ഒരാൾ പറയാണ് പെട്ടെന്ന് പോകുന്ന വഴിക്ക് തന്നെ ഊരി എടുത്തേരെല്ലാം. അപ്പോൾ കയ്യിൽ നിന്ന് വള ഊരാൻ പോകുമ്പോൾ മറ്റേ കള്ളൻ എന്ത് ഭംഗിയുള്ള കൈ, വളം മാത്രം ഊരണ്ട, ഓക്കെ നമുക്ക് വേണമെങ്കിൽ മാല ഊരാം എന്ന് പറയും. അപ്പോൾ ഇവിടെ ശരി മാല ഊരാം എന്ന് പറയും. മറ്റേ കള്ളം പറയും മാല, കഴുത്തിൽ മാലയാണ് നല്ല സൗന്ദര്യം, മാലയെ വിട്ടേക്ക്, നമുക്ക് ഈ കയ്യിലുള്ള വള ഊരാം. ഇങ്ങനെ മാറി മാറി ഒരാളും വളയും ഊരില്ല, കമ്മലും ഊരില്ല. കമ്മലെടുക്കാൻ പോകും. ഈ കമ്മൽ ഈ കാലിൽ എന്ത് മനോഹരമാണ് ആ പാർസൽ, അത് എടുക്കണ്ട എന്ന് പറഞ്ഞ് ഒന്നുമേ എടുത്തില്ല. കള്ളം കൊണ്ട് ഓടുകയും ചെയ്യുന്നു കിലോമീറ്റർ കണക്കിന്. അവസാനം കള്ളം ഇങ്ങനെ കിതച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയത് അവരുടെ അതേ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. എവിടെയും എത്തിയില്ല, വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. നമ്മളിപ്പോൾ ആൾക്കാർ ഓടുന്നത് എങ്ങനെയാണ്? എക്സസൈസ് വീട്ടിൽ അവിടെ നിന്നിടത്തിലേ ഓടും അല്ലേ? അപ്പോൾ അതുപോലെ അവിടെ തന്നെ നിൽക്കുന്നു. അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ വന്നിട്ട് അവസാനം പേടിച്ചു, ഇനി ആൾക്കാർ പിടിക്കും എന്ന് പറഞ്ഞ് കുട്ടി അങ്ങ് ഉപേക്ഷിച്ചിട്ട് അവരെല്ലാം പോയി. ചൈതന്യ മഹാപ്രഭുയുടെ വീട്ടിലെ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കും. അന്നത്തെ കാലത്ത് ബ്രാഹ്മണന്മാർ വന്ന വീട്ടിലൊക്കെ സ്വീകരിച്ച് എല്ലാ സദ്യയെ കൊടുക്കും. ഇന്നാണെങ്കിൽ ബ്രാഹ്മണൻ വന്ന കള്ളനാണായിരിക്കും. ഇങ്ങനെ നോക്കും, ഏതോ പറ്റി വിശ്വസിക്കരുത് കേട്ടോ, ബ്രാഹ്മണനായിരുന്നാലും സന്യാസിയൊന്നും വിശ്വസിക്കരുതെന്നൊക്കെ പറയും. പണ്ട് അങ്ങനെയല്ല, കാവ്യ വസ്ത്രം കണ്ട കാര്യം അത്രയും റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നും നമുക്ക് ബംഗാളിൽ പോയാൽ കാണാം. അവർ മഹാരാജ് ബാബാജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിലക് തൊട്ടാൽ തന്നെ അവർ മഹാരാജ് എന്ന് വിളിക്കും.
ആ റെസ്പെക്റ്റ് ഇന്ന് ആ നാട്ടിൽ കാണാം, നമ്മുടെ നാട്ടിൽ കാണാനേ പറ്റില്ല. അപ്പോൾ അവരെന്ത് വെച്ചാൽ ഈ സന്യാസിയെ വീട്ടിൽ വിളിച്ചു. അപ്പോൾ സന്യാസിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് എൻ്റെ ഒരു ശാലഗ്രാമശിലയുണ്ട്, അതിന് നിവേദിക്കാനുള്ള സാധനം എനിക്ക് കുക്ക് ചെയ്യണം, അതിൻ്റെ ഫെസിലിറ്റീസ് വേണം. അപ്പോൾ ശരി, നിങ്ങൾ കുക്ക് ചെയ്തോ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത് കുളിച്ചിട്ട് വന്നു, പാചകം ചെയ്തു, ഭഗവാന് പോയി നിവേദിക്കാം. അപ്പോൾ ഭഗവാന് പോയി നിവേദിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ണടച്ചിട്ട്, ഭഗവാനെ എൻ്റെ ഈ ചെറിയ നിവേദ്യം സ്വീകരിച്ചോളണേ എന്ന് പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു കഴിച്ചിട്ട് കണ്ണ് തുറന്നു നോക്കി, അച്ഛോ, ഞാൻ ഭഗവാന് നിവേദിക്കാൻ വെച്ചിരുന്ന ഈ കുട്ടി ഒന്ന് കഴിച്ചുകൊണ്ട് പോയല്ലോ, എൻ്റെ നിവേദ്യം എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചത് വീട്ടുകാരെല്ലാവരും ഓടി വന്നിട്ട് എന്താ സംഭവിച്ചത്? അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ല, മാപ്പാക്കണം, ഞങ്ങൾ എല്ലാം വേറെ ഉണ്ടാക്കാം, വേറെ വെജിറ്റബിൾ തരാം, പാചകം ചെയ്യാനുള്ള സ്ഥലം എല്ലാം തരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, മാപ്പാക്കണം എന്ന് പറയും. അപ്പോൾ ഇതേ പറഞ്ഞു, പാവം കുട്ടിയല്ലേ, കുട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ അടുത്തത് പോയി. പാവം വയസ്സായ മനുഷ്യൻ, 90 വയസ്സായ മനുഷ്യൻ പിന്നെ ഗംഗയിൽ പോയി കുളിച്ചിട്ട് തിരിച്ച് വന്ന് തിലകൊക്കെ തൊട്ട് എല്ലാം വന്ന് പാചകമൊക്കെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് അപ്പോൾ തന്നെ 2-3 മണിക്കൂർ പോയി അടുത്ത പാചകം ചെയ്തിട്ട് ഇതുപോലെ നിവേദിക്കാൻ പോയി. അപ്പോൾ ഇവരെല്ലാവരും കുറച്ച് കെയർഫുള്ളായിട്ട് വെച്ചിരിക്കാം. എന്നിട്ട് ഇങ്ങനെ ഭഗവാനെ ഇത് സ്വീകരിച്ചോളൂ ചൈതന്യം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ വിചാരിച്ചു, ഇദ്ദേഹം വിളിച്ചു, ഇതെന്താണ്, നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല, കുട്ടിക്ക് അറിയുമോ, കുട്ടി ചെറുതല്ലേ, അത് നമ്മളല്ലേ നോക്കേണ്ടത്, കുട്ടി വന്ന് കഴിച്ചുകൊണ്ട് പോകും എന്ന് പറയാണ്. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം അവരെല്ലാം ശരിയാക്കി. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം എല്ലാം കൂടെ നിവേദ്യമൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണ്. 3ാമത്തെ പ്രാവശ്യം നിവേദ്യം വെച്ചപ്പോൾ ഇവർ പറയാണ്, ഒരു ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു സഹോദരൻ, വലിയ കുട്ടിയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്. അപ്പോൾ വിശ്വരൂപയുടെ അടുത്ത്, വിശ്വരൂപ നീ നോക്കിക്കോ ഈ കുട്ടിയെ എന്ന് പറയും. അപ്പോൾ വിശ്വരൂപം ഞാൻ നോക്കിക്കോളാം, നിങ്ങളെല്ലാവരും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് റൂമിലിട്ട് അടച്ചു വെച്ചു. 2 പേരും കൂടെ ഇരിക്കണം, സഹോദരനും കൂടെ. പക്ഷേ ഇപ്രാവശ്യം നിവേദിച്ച് പ്രാർത്ഥിച്ചത് സംഭവം ഒന്ന് എടുത്ത് കഴിച്ചു. അപ്പം ബ്രാഹ്മണൻ കരഞ്ഞു, ഇതെന്താണ് മനസ്സിലാകുന്നില്ലല്ലോ. എല്ലാവരും കാലി വീണു. ഇനി ഒരു കാരണം വെച്ചാൽ ആര് വരില്ല, കുട്ടി വരില്ല, ഞങ്ങളെല്ലാവരും ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് 4 വൈകുന്നേരമായി. രാവിലെ തുടങ്ങിയത്, എളുപ്പം രാവിലെ. ഇപ്പം സ്വാമി പോയി 2ാമതും കുളിച്ചിട്ട് വൈകുന്നേരം ചാലഗ്രാമത്തിന് നിവേദ്യം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഡെയിലി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് കൊടുക്കാം എന്ന് പറഞ്ഞ് ലാസ്റ്റ് നിവേദ്യമായിട്ട് ഇങ്ങനെ വെച്ച്, ഇങ്ങനെ ഭഗവാനെ നാരായണ, ഇതെന്താണ്, എന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കുക്ക് ചെയ്തപ്പോൾ ഫൈനലി അതും വന്ന് എടുത്തു. അപ്പോൾ പറഞ്ഞു, നാരായണ ഇതെന്ത് പരീക്ഷണമാണ് എന്ന് പറഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു ചിരിച്ചിട്ട് ദർശനം. ആ ബ്രാഹ്മണന് ആദ്യത്തെ ദർശനം ചൈതന്യ മഹാപ്രഭു ഭഗവാനാണെന്നുള്ള ദർശനം കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ബ്രാഹ്മണൻ കാലി വീണ് നമസ്കരിക്കുന്നു. പക്ഷെ ഇതാരും കാണുന്നു, വേറെ ആരും കണ്ടില്ല. ബ്രാഹ്മണൻ എന്തിനാ കുട്ടിയുടെ കാലി വീണ് നമസ്കരിക്കുന്നു? കുട്ടിയെ പോകുമ്പോൾ പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരിക്കുന്നു, പോകുന്നില്ല, കുട്ടിയെ തിരിച്ചു കൊടുക്കുന്നില്ല, വാങ്ങിക്കും മടിയിൽ വയ്ക്കും, തിരിച്ചു കൊടുക്കും. സാധാരണ സന്യാസിമാരൊന്നും കുട്ടികളെ തൊടുവില്ല, അങ്ങനെ ഒരു റിസർവില്ല. പക്ഷെ ഇദ്ദേഹം മാത്രം കുട്ടിയെ എടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു, പ്രദക്ഷിണം വെക്കുന്നു, പോകുന്നില്ല. അപ്പോൾ എന്താണ് കാരണം? സാക്ഷാത് ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ ലീലകൾ നടത്തുകൊണ്ടിരിക്കുന്നു. ചൈതന്യ മഹാപ്രഭു വളരെ കുട്ടിയായിരുന്നാലും ഭഗവാനൊന്നും പഠിക്കേണ്ട. കൃഷ്ണൻ 64 ദിവസം കൊണ്ട് 64 കല പഠിച്ചു അല്ലേ. കൃഷ്ണൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ 5 വർഷം എടുത്തില്ല, കൃഷ്ണന് 1 ദിവസം മതിയായിരുന്നു. കൃഷ്ണൻ ഫൈനാൻസ് കോളേജിൽ 5 വർഷം പോയില്ല, കൃഷ്ണൻ 1 ദിവസം. കൃഷ്ണന് ഡോക്ടർ പഠിക്കാൻ 5 വർഷം, വൈദ്യന് കൃഷ്ണൻ പഠിച്ചു, കൃഷ്ണൻ 1 ദിവസം. അങ്ങനെ 64 കലകളും കൃഷ്ണൻ 64 ദിവസം കൊണ്ട്. കാരണം അത് ഭഗവാനാണ്. ഈ കലകളെല്ലാം ഉണ്ടാക്കിയത് ആരാണ്? ആ പരമപുരുഷനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമില്ല. പക്ഷെ ഭൂമിയിൽ വന്നാൽ ഗുരുവിനെ ആശ്രയിച്ച് പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് അദ്ദേഹം പഠിച്ചു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? സ്കൂളിൽ വിട്ടു, നന്നായിട്ട് പഠിച്ചു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ വയസ്സായവരൊക്കെ ഒന്നിനും പഠിക്കാം. 12 വയസ്സ് കുട്ടി ക്ലാസ് എടുക്കുമ്പോൾ 70 വയസ്സ് 80 വയസ്സ് ആൾക്കാർ സംസ്കൃതം പഠിക്കാൻ വേണ്ടി. അത്രയും എക്സ്പേർട്ടാണ്, ഭയങ്കരമായിട്ട് സംസ്കൃതം. അങ്ങനെ പലർക്കും അറിയാം നവദ്വീപിൽ വലിയ പണ്ഡിതനാരാണ് ചൈതന്യ മഹാപ്രഭു. അപ്പം ആ കാലത്ത് ചൈതന്യ മഹാപ്രഭു ഭയങ്കര കളിയും ചിരിയും, ആൾക്കാരെ കളിയാക്കലും, പെൺകുട്ടികളെ കളിയാക്കലും, കുളിക്കാൻ പോയ ബ്രാഹ്മണന്മാർ കുളിച്ചുകൊണ്ടിരിക്കും, മുണ്ടൂരിക്ക് പൊക്കണം. അപ്പോൾ വെള്ളത്തിൽ നിന്ന് അയ്യോ മുണ്ടില്ല എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ പിന്നെ എടുത്ത് എറിഞ്ഞു കൊടുക്കും. പിന്നെ 2 പേര് മുങ്ങി കുളിക്കാൻ നേരത്ത് 2 പേരുടെ കുടുമിയും കൂടെ അങ്ങ് കെട്ടിയിട്ട് കളയും. 2ഉം കൂടെ ഇങ്ങനെ മലനടിച്ച് വീഴും. ഇങ്ങനെ എന്തെങ്കിലും. അപ്പോൾ എല്ലാവരും പറയും ഈ കുട്ടിക്കൊണ്ട് ഒരു ശല്യം, ഒരു സംസ്കാരമില്ല, ഇങ്ങനെയാണോ വളർത്തേണ്ടത്? അതേ ജഗന്നാഥ് മിശ്ര എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആളാണ്, അതിൻ്റെ കുട്ടിയാണോ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷെ ചൈതന്യ മഹാപ്രഭു ഭയങ്കര കളിയാണ്. എല്ലാ കുസൃതിയും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിടെ ഇപ്പം ഒരു കേശവഭട്ട കാശ്മീരി ദിഗ്വിജയ പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിറ്റ് വരും. ഈ പണ്ഡിറ്റ് എവിടെയൊക്കെ പോകുന്നോ മത്സരിച്ച് ആ രാജാവിനെ അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള ഒരു പണ്ഡിതനെ തോൽപ്പിച്ച് ആ രാജ്യത്തിലുള്ള സമ്പത്തും ആ പണ്ഡിതൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ദിഗ്വിജയ പണ്ഡിറ്റിൻ്റെ ബാക്കിൽ എത്ര പേരുണ്ട്? കേശവ പണ്ഡിറ്റിൻ്റെ ബാക്കിൽ ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ പോകും. അപ്പോൾ അടുത്തത് എവിടെയാണ് എത്തിയിരിക്കുന്നത്? നവദ്വീപിൽ. അപ്പോൾ നവദ്വീപിൽ വന്നപ്പോൾ ആൾക്കാർക്കെല്ലാം വിഷമായി, അയ്യോ കേശവഭട്ട കാശ്മീരി വന്നിട്ടുണ്ട്. ഈ കാശ്മീരിൽ അന്നത്തെ കാലത്ത് അത്രയും പാണ്ഡിത്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം ഓട്ടിച്ചവരെല്ലാം നാട് വിട്ടു പോയി അല്ലേ. ഇന്ന് പണ്ഡിതന്മാരെല്ലാം കാശ്മീരിലുണ്ടായിരുന്നു. അപ്പോൾ കേശവഭട്ട കാശ്മീരി അവിടെ നിന്ന് വന്ന വ്യക്തിയാണ്. ആ കേശവഭട്ട കാശ്മീരി എന്ന് വെച്ചാൽ വന്നിട്ട് എല്ലാവരും പറയും, ഇവിടെ ഒരു കൊച്ചു പയ്യനുണ്ട്, നിമായി എന്നാണ് പേര്, നല്ല പണ്ഡിതനാണെന്ന് പറയുന്നു എന്നൊക്കെ പറയും. ആൾക്കാർ പതുക്കെ ചൈതന്യ മഹാപ്രഭുവിനെ തള്ളിക്കൊടുക്കും, ചൈതന്യ വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കേശവഭട്ട കാശ്മീരി ഓരോടാൻ പറയും, ശരി എൻ്റെ കൂടെ സംസാരിക്കും. അപ്പോൾ ചൈതന്യം പറയും, എനിക്കിതിൽ താല്പര്യമൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ കേശവഭട്ട കാശ്മീരി ഡയറക്റ്റായിട്ട് വരും. ഡയറക്റ്റായിട്ട് വന്ന് മഹാപ്രഭു, ഞാൻ കേട്ടു അങ്ങ് വലിയ പണ്ഡിതനാണ്, എല്ലാ വലിയ ആൾക്കാർക്കൊക്കെ ക്ലാസ് എടുക്കുന്നു എന്നൊക്കെ കേട്ടു, അപ്പോൾ എൻ്റെ കൂടെ ഒരു മത്സരത്തിന് വരാമല്ലോ എന്ന് പറയും. അപ്പോൾ ചൈതന്യ പറഞ്ഞു, എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയും. അല്ല വരൂ, നമുക്കൊന്ന് പാടാം, രണ്ടുപേരും ഒന്ന് മത്സരിച്ച് നോക്കാം എന്ന് പറയും. അപ്പോൾ ചൈതന്യം അപ്പോൾ മനസ്സിലാവും അഹങ്കാരം വന്നു. അപ്പോൾ അഹങ്കാരം കുറയ്ക്കണ്ടേ? ഭക്തനാണ്, നല്ല വ്യക്തിയാണ്, ശാസ്ത്രം പഠിച്ച വ്യക്തിയാണ്. പക്ഷെ ശാസ്ത്രം പഠിച്ച് അഹങ്കാരം വന്നു. ഈ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ശരി ഞാൻ നാളെ വരാം എന്ന് ഏറ്റപ്പോൾ അടുത്ത ദിവസം ചൈതന്യ മഹാപ്രഭു വന്നപ്പോൾ പണ്ഡിതനല്ലേ, എല്ലാം അറിയുന്ന വ്യക്തിയല്ലേ. അപ്പോൾ ചോദിച്ചു, എന്താണ് ഞാൻ പറയേണ്ടത്? ഞാൻ പറയണോ നീ പറയുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു, അങ്ങ് തന്നെ പറഞ്ഞേക്ക്, എനിക്കൊന്നും അറിയില്ല, അങ്ങ് തന്നെ പറയുന്നു. ശരി, ഏത് വിഷയമാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് വിഷയം വേണമെങ്കിലും അങ്ങേക്ക്, ഇല്ല ഒരു ടോപ്പിക്ക് പറയൂ, ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഗംഗയെക്കുറിച്ചൊന്ന് പറയാമോ, പാടാമോ എന്ന് പറഞ്ഞു. അതിനെന്താ എന്ന് പറഞ്ഞ് അങ്ങ് പാടിത്തുടങ്ങി. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു അരുവിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുമോ, വെള്ളച്ചാട്ടിൽ നിന്ന്, അതുപോലെ ഇങ്ങനെ പട്ടാ 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 ശ്ലോകം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വരുന്ന സ്പീഡിൽ അത് മനസ്സിലാകുമെങ്കിൽ അതൊന്നും മനസ്സിൽ നിൽക്കില്ല, അത്ര സ്പീഡാണ് സംസ്കൃതം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പാണ് ഇതിലാരും കണ്ടുപിടിക്കില്ല, ആര് കേശവഭട്ട കാശ്മീരിക്ക്. പക്ഷെ ചൈതന്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ചൈതന്യം ചിരിച്ചിട്ടേ പറഞ്ഞു, ഞാൻ അതിലെ കുറവുകൾ പറയണോ നല്ലത് പറയണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷോക്കായി പണ്ഡിതന്. കുറവുകളോ എൻ്റെ കവിതയിലാണ് എന്ന് ചോദിച്ചു. അതെ, അത് അങ്ങയുടെ ഇഷ്ടം എന്താണ്? ഉടനെ അത് തന്നെ ആയിക്കോട്ടെ, എന്താണ് കുറവ് അതെന്ന് പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങ് പറഞ്ഞു ഭവാനി ഭർത്തുഹു എന്ന് പറഞ്ഞു. അപ്പോൾ ഭവാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ ഭാര്യ എന്ന അർത്ഥം. പിന്നെ ശിവൻ്റെ ഭാര്യ ഒരു ഭർത്താവ് എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ഒരു വാക്കങ്ങ് റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇത് ആരുടെ മൈൻഡിലും കൊള്ളൂല. ഇത്രാമത്തെ ലൈനിൽ, ഇത്രാമത്തെ സ്റ്റാൻസയിൽ ഈ ലൈനിൽ ഇന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. അതൊക്കെ അത്ര ഇങ്ങനെ തകർന്നു. എല്ലാവരും ചിരിച്ചു, എല്ലാവരും ഭയങ്കര സന്തോഷം. കാരണം അഹങ്കാരിയായ ഒരു ആളെ തോൽപ്പിച്ച ആർക്ക് സന്തോഷം വരാത്തത്? എല്ലാവരും കൈയടിക്കുന്നത്, സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് ഭയങ്കര നാണക്കേടായി. അങ്ങനെ കുനിഞ്ഞ നില പൊക്കാതെ നേരെ വീട്ടിൽ പോയി സാക്ഷാത് സരസ്വതിയുടെ ഫ്രണ്ടിൽ പോയി ഒരേ കരച്ച്, ഭയങ്കര കരച്ച്. അപ്പോൾ സരസ്വതി ദേവി എന്നിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ സ്വപ്നത്തിൽ സരസ്വതി കടാക്ഷമുള്ള വ്യക്തിയാണെന്ന് എൻ്റെ ജാതകത്തിലുണ്ട്, അങ്ങ് എനിക്ക് ദർശനവും തന്നിട്ടുണ്ട്, ഞാൻ ആരുടെ ഫ്രണ്ടിലും തോറ്റുപോകില്ല എന്നും ദേവി എനിക്ക് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ എന്തിനാ തോറ്റു എന്ന് സരസ്വതിയോട് ചോദിച്ചിട്ട് ഇങ്ങനെ പോരമ്പിക്കൊണ്ടേ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ സരസ്വതി ദേവി രാത്രി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ആരെ കൂടെ മത്സരിച്ചെന്നറിയുമോ? എൻ്റെ നാഥനാണ്, എന്നെ പഠിപ്പിച്ച വ്യക്തിയുടെ അടുത്താണ് നീ മത്സരിച്ചത്. അതായത് സരസ്വതി ദേവിയുടെ ഗുരു ആരാണെന്ന് വെച്ചാൽ ഹയഗ്രീവമൂർത്തിയാണ്. അപ്പോൾ ഹയഗ്രീവൻ ആരാണ്? ഭഗവാനാണ്. അപ്പോൾ എങ്ങനെ ഭഗവാനെ തോൽപ്പിക്കാൻ പറ്റും എന്ന് പറയും. അപ്പോഴാണ് കേശവഭട്ട കാശ്മീരിക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ വലിയ മണ്ടത്തനം ചെയ്തു എന്ന് പറഞ്ഞ് സാഷ്ടാംഗം ആരുടെ ചൈതന്യ മഹാപ്രഭു നെക്സ്റ്റ് ഡേ വന്ന് ചൈതന്യ മഹാപ്രഭു വെളുപ്പാ രാവിലെ വന്ന് കഥവ് തട്ടും നിമായിയുടെ വീട്ടിൽ. നിമായി നോക്കിയപ്പോൾ കേശവഭട്ട കാശ്മീർ സാഷ്ടാംഗം കാരി വീണ് എന്നെ മാപ്പാക്കണം, എനിക്ക് അങ്ങയുടെ സ്വരൂപം മനസ്സിലായി എന്ന് പറയും. അപ്പോൾ അടുത്ത ദർശനം കൊടുക്കും ചൈതന്യ മഹാപ്രഭു കേശവഭട്ട കാശ്മീർ. അന്ന് മുതൽ കേശവഭട്ട കാശ്മീർ എന്തൊക്കെ സമ്പത്തുണ്ടാക്കിയോ, എന്തൊക്കെ ഉണ്ടാക്കിയോ എല്ലാം ദാനം കൊടുത്തു. എല്ലാ ബ്രാഹ്മണന്മാർ പണ്ഡിതന്മാരെല്ലാം തിരിച്ചയച്ചു, നിങ്ങൾ പൊക്കോളൂ, എനിക്കിനി ഒന്നും വേണ്ട, എനിക്ക് മഹാപ്രഭുവിൻ്റെ കൂടെ നാമം ജപിച്ചിരുന്നാൽ മതി. അപ്പം മഹാപ്രഭു പറയും, ഇനി അങ്ങ് എന്താ ചെയ്യണം വെച്ചാൽ എല്ലാവർക്കും നാമം പറഞ്ഞു കൊടുക്കും.
അങ്ങനെ കേശവപ്പെട്ട കാശ്മീരി എല്ലാവർക്കും നാമം ജപിക്കാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ചൈതന്യ മഹാപ്രഭു കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് ചൈതന്യ മഹാപ്രഭു മൊത്തം 48 വർഷം ഭൂമിയിൽ ഉണ്ടായിരുന്നു. കൃഷ്ണൻ 125 വർഷം ഭൂമിയിൽ ഉണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭു 48 വർഷം, 24 വർഷം ബാല്യലീലയിൽ പോവും. 24ാമത്തെ വർഷത്തിൽ ചൈതന്യ മഹാപ്രഭു സന്യാസ ദീക്ഷയിൽ അതുവരെ. അപ്പം അതിനു മുമ്പ് 2 ഭാര്യമാർ ചൈതന്യ, ഒന്ന് വിഷ്ണുപ്രിയ, ഒന്ന് ലക്ഷ്മിപ്രിയ. അപ്പോൾ ലക്ഷ്മിപ്രിയ ആദ്യം പാമ്പ് കൊത്തിയിട്ട് പോവും. കാരണം അവരുടെ ലീല തീർന്നു അവർ പോവും. അത് കഴിഞ്ഞ് അമ്മയുടെ നിർബന്ധം കാരണം വിഷ്ണുപ്രിയ ദേവി കല്യാണം കഴിക്കും. പക്ഷേ വിഷ്ണുപ്രിയ ദേവിയെ കല്യാണം കഴിച്ച് കുറച്ച് നാളെ ആകത്തുള്ളൂ. ചൈതന്യ മഹാപ്രഭു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒരു ഈശ്വരപുരി മഹാരാജിനെ കാണും, സന്യാസി. ആ സന്യാസിയെ കണ്ടതും ഈ ഹൃദയം അറിയാതെ ഇതെൻ്റെ ഗുരു എന്ന് തീരുമാനിച്ചു. അതാണ് ഹൃദയ സമർപ്പണം. ഗുരു സെലക്ട് ചെയ്യുന്നത് ഈ ഗുരു നന്നായിട്ട് പറയുന്നുണ്ടോ, ഈ ഗുരു ഇങ്ങനെ, അങ്ങനെയല്ല സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ആ ഗുരുവിനെ കാണുമ്പോൾ തോന്നും ഇതാണ് എൻ്റെ ആധ്യാത്മികത്തിൽ എന്നെ രക്ഷിക്കാൻ പോകുന്ന വ്യക്തി, അങ്ങനെ തോന്നണം. അത് ചൈതന്യ മഹാപ്രഭു ആരെ കണ്ടപ്പോൾ തോന്നി? ഈശ്വരപുരി മഹാരാജിനെ കണ്ടപ്പോൾ ചൈതന്യ മഹാപ്രഭു. ഉടനെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇമ്മീഡിയറ്റായിട്ട് പോയി എനിക്ക് ദീക്ഷ തരണം. പക്ഷേ ഈശ്വരപുരി മഹാരാജിന് അറിയാം ചൈതന്യ മഹാപ്രഭു ആരാണ്? സാക്ഷാത് ഭഗവാനാണ്. ഈശ്വരപുരി മഹാരാജ് പറയും എനിക്ക് ഒരു ക്വാളിറ്റിയും ഇല്ല, ഞാൻ ദീക്ഷ തരില്ല എന്ന് പറയും. അപ്പോൾ ചൈതന്യ തിരിച്ച് ഓരോ ദിവസവും രാവിലെ ഈശ്വരപുരി മഹാരാജിനെ പോയി കണ്ടിട്ട് എനിക്ക് ദീക്ഷ വേണം, എനിക്ക് ദീക്ഷ വേണം. അതിൻ്റെ അർത്ഥം ഗുരു ദീക്ഷ വേണമെങ്കിൽ തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് പോകണം. എത്ര റിജക്റ്റ് ചെയ്താലും ശരി തന്നെ, വിടില്ല, ഞാൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബാക്കിൽ പോകണം. അത് ഡിസൈപ്പിളിൻ്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈശ്വരപുരി അവസാനം എസ്കേപ്പ് പിടിച്ചു, പറയാതെ സ്ഥലം വിട്ടു കഴിഞ്ഞു. അങ്ങനെ ചൈതന്യം കരയും, വിഷമിക്കും. ഗുരുവിനെ കണ്ടിട്ട് ആ വിരഹം, ആ സെപ്പറേഷൻ കാരണം വിഷമിക്കും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു അച്ഛൻ്റെ ശ്രാദ്ധത്തിന് വേണ്ടിയിട്ട് ഗയയിൽ പോകും. ഗയയിൽ പോകുമ്പോൾ ഗയയിൽ മാത്രമേ ഭാരതത്തിൽ ഒറ്റ പാദകമുള്ളൂ ഭഗവാന്റെ. വേറെ എല്ലായിടത്ത് 2 പാദം ഉണ്ടാവും. ഗയയിൽ വിഷ്ണുപാദം ഒന്നേ ഉള്ളൂ. ആ പാദത്തിൽ ശ്രാദ്ധം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പിണ്ടതർപ്പണവും ചെയ്യേണ്ട. എല്ലാ കുടുംബത്തിലുള്ള സകലമായ ആൾക്കാർക്കും മോക്ഷം കിട്ടും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? അച്ഛൻ്റെ ശ്രാദ്ധം ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ശ്രാദ്ധം ചെയ്യാൻ പോയി. ശ്രാദ്ധം ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചൈതന്യ മഹാപ്രഭു എന്ന് വെച്ചാൽ വിഷ്ണുപാദം കണ്ടത് അങ്ങനെ റിവീലാകുക എന്ന് പറയുക, മറന്നുപോയ കൃഷ്ണപ്രേമം അങ്ങനെ ഉണർന്നു തുടങ്ങി. അവിടെ വെച്ച് ഈശ്വരപുരി മഹാരാജിനെ ആര് കാണും? ചൈതന്യ മഹാപ്രഭു. ഈശ്വരപുരി മഹാരാജിനെ കണ്ടത് ചൈതന്യ മഹാപ്രഭു എന്ന് വെച്ചാൽ അങ്ങനെ കാലിൽ കരയും, ബോധം കെട്ട് വീണ് കരഞ്ഞപ്പോൾ ഈശ്വരപുരി മഹാരാജ് അവിടെ വെച്ച് ദീക്ഷ കൊടുത്തു. ആ ദീക്ഷയ്ക്ക് ശേഷം ചൈതന്യ മഹാപ്രഭു ടോട്ടലി ചേഞ്ച്. ടോട്ടലി എന്ന് വെച്ചാൽ എങ്ങനെ കുസൃതി കാണിച്ച് ബഹളം വെച്ച് നടന്നോ അങ്ങനെ മാറിയിട്ട് പരമഭക്തനായിട്ട് ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്യുന്നു വെച്ചാൽ നാമപ്രചരണം. എപ്പോൾ നാമം ജപിച്ചാലും കരയും, അറിയാതെ കരച്ച്. നമ്മൾ ചിലപ്പോൾ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഗുരുവായൂരപ്പനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് കണ്ണ് നിറയും. അത് പക്ഷേ എന്തെങ്കിലും അപൂർവമായിട്ടേ കണ്ണ് നിറയത്തുള്ളൂ. പക്ഷേ അത് എപ്പോഴും വരണം. അതായത് ആ ശുദ്ധസത്വത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാന്റെ സ്മരണ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരാളുടെ കണ്ണ് നിറയത്തുള്ളൂ. ചൈതന്യ മഹാപ്രഭു കരയുമ്പോൾ അങ്ങനെ തേങ്ങി കരയും. ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ജഗന്നാഥ് പുരിയിൽ പോകുമ്പോൾ കൃഷ്ണപ്രേമം കൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ സുദർശന ചക്രത്തിനെ ഇങ്ങനെ നോക്കും. അത്രയേ ഉള്ളൂ, തറയിൽ ബോധം കെട്ടുപോകും. ആൾക്കാർക്ക് ചൈതന്യ മഹാപ്രഭു തൂക്കിയെടുക്കും കൊണ്ടുപോകും. ഇതാണ് പരിപാടി കൂടെ വരുന്നത്. അപ്പോൾ പലരും വിചാരിച്ചു ഇദ്ദേഹത്തിന് കാട്ടിൽ കൂടെ പോയതുകൊണ്ട് എന്തോ ഗോസ്റ്റ് പിടിച്ചു എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഗോസ്റ്റ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ തിരിച്ചു കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുവന്ന് ചൈതന്യ മഹാപ്രഭുവിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയുടെ കുറിച്ച്. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര വിഷമമായി. കാരണം അച്ഛൻ പോയി, ഒരു മോനേ ഉള്ളൂ. അത് ഒരു ഭാര്യയൊക്കെ പോയി, അടുത്ത ഭാര്യ കെട്ടി കുറച്ച് നാളെ ഈ കുട്ടിയാണെങ്കിൽ എപ്പോഴും നാമം ജപിച്ച് നടക്കുന്നു, എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അമ്മയും ഭയങ്കര വിഷമമായപ്പോൾ പക്ഷെ എല്ലാവരും വിചാരിച്ചു എന്തൊക്കെയാണ്. പക്ഷെ ഒരാൾക്ക് മാത്രം മനസ്സിലായി ഇത് അസുഖമൊന്നുമല്ല, ഇത് കൃഷ്ണപ്രേമമാണ്. ആർക്ക്? അദ്വൈതാചാര്യർ പറഞ്ഞു ഇത് പ്രേമം കൊണ്ടാണ്. കാരണം ആ പ്രേമത്തിൻ്റെ സിംറ്റംസ് അത് പുറത്ത് കാണാൻ പറ്റില്ല. കരഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് വരും, ഹാർട്ടിയസ്, അങ്ങനെ ചൂട് വെള്ളം വരും. ശരിക്കും ചൈതന്യ മഹാപ്രഭു അവസാന കാലത്തിൽ സമയമായോ? ഓക്കെ. ചൈതന്യ മഹാപ്രഭു അവസാന കാലത്തിലൊക്കെ ചൈതന്യ കൃഷ്ണപ്രേമം കൊണ്ട് ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ ജഗന്നാഥ് പുരിയിൽ അളാർനാഥ് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ കൃഷ്ണനെ തന്നെ ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഇങ്ങനെ ബോഡി എല്ലാം ചൂടായി. പേടി വന്നാൽ കുട്ടിക്ക് പനി വരും, കേട്ടില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് പനി വരുന്നത്? പേടി വരുന്നതുകൊണ്ട്. അപ്പോൾ ബോഡി റിയാക്ട് ചെയ്യും. പേടി കാരണം ബോഡിയിൽ ചൂടുണ്ടാവും.
അതേപോലെ പ്രേമം കൊണ്ടും ബോഡിക്ക് ചൂടുണ്ടാകും. ഈ ചൂട് അൺകൺട്രോൾഡായിട്ട് ചൂടുണ്ടായി. ആ ചൂട് ഇന്നും അളർനാഥ് ടെമ്പിളിൽ പോയ ചൈതന്യ മഹാപ്രഭു നമസ്കരിച്ച അങ്ങനെ ബോഡി ഇംപ്രഷൻ കാണും. ഫുള്ള കല്ല് വെണ്ണ പോലെ മെൽട്ടായി അങ്ങനെയാണ്. ഇനി ഒരു സ്ഥലത്ത് ജഗന്നാഥ് പുരിയിൽ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ കൈ വെച്ച് ജഗന്നാഥിനെ ഇങ്ങനെ കണ്ടിട്ടേയിരിക്കും. ജഗന്നാഥിനെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ആ കൈയുടെ ഇംപ്രഷൻ അവിടെ പതിഞ്ഞായി. അപ്പോൾ ഇങ്ങനെ കൃഷ്ണപ്രേമം കൊണ്ട് ചൈതന്യ മഹാപ്രഭു നൃത്തം ചെയ്തു. അങ്ങനെ 24 വയസ്സ് ആയപ്പോൾ ചൈതന്യ മഹാപ്രഭു സന്യാസമെടുത്തു. വിഷ്ണുപ്രിയ ദേവി വന്നിട്ട് അമ്മ എന്താ പറയുക, മോന് കയ്യിൽ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. ചെറുപ്പം ഭാര്യയാണ്, ഈ ഭാര്യയ്ക്ക് എങ്ങനെ ഭർത്താവിനെ കിട്ടുമോ? അത് ഇത്രയും ഭഗവാനെ തന്നെ ഭർത്താവിനെ കിട്ടിയ സാധാരണ ആൾക്കാർ വിടില്ല. ഇപ്പോൾ ഭഗവാനെ കിട്ടിയ എങ്ങനെ വിടും? എങ്ങനെ കരയാതിരിക്കും? അവരങ്ങനെ വിഷമിച്ച് കരഞ്ഞു. ചൈതന്യ മഹാപ്രഭു തിരിച്ച് ഒരു ദിവസം പോലും വിഷ്ണുപ്രിയ സന്യാസം എടുത്തതിന് ശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചൈതന്യ മഹാപ്രഭുയുടെ ലീലയിൽ ഒരുപാട് ടീച്ചിങ്സ് ഉണ്ട്. ഒരു സന്യാസി എങ്ങനെ ഉണ്ടാവണം, ഒരു ബ്രഹ്മചാരി എങ്ങനെ ഉണ്ടാവണം, എങ്ങനെ നടക്കണം, ഒരു ഗൃഹസ്ഥൻ എങ്ങനെ ഉണ്ടാകണം എന്നുള്ള കാര്യമെല്ലാം ചൈതന്യ ലീലയിൽ നിന്ന് പഠിക്കാം. അങ്ങനെ ഈ ചൈതന്യ മഹാപ്രഭു എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. ഇപ്പോൾ വിഷ്ണുപ്രിയ അങ്ങനെ കണ്ടിട്ട് ഭഗവാനേന്ന് പറഞ്ഞ് ഓടി കരഞ്ഞിട്ട് നേരെ കാലിൽ വന്ന് വീഴും. കാലിൽ പിടിക്കുന്നത് ചൈതന്യ തിരിഞ്ഞു പോലും നോക്കില്ല. അങ്ങനെ പാദകത്തിൽ നിന്ന് കാലെടുത്തിട്ട് നടന്നു. അവർ നോക്കുമ്പോൾ 2 പാദകം മാത്രമേ ഉള്ളൂ. അങ്ങനെ വിഷ്ണുപ്രിയ ദേവി അങ്ങനെ തലയിൽ വെച്ചിട്ട് നേരെ വരും. അന്ന് മുതൽ വിഷ്ണുപ്രിയ ദേവി ഒരു മാല ജപിച്ചാൽ 1 മണി അരിയെടുത്ത് മാറ്റി വയ്ക്കും. അങ്ങനെ ഒരു ദിവസം ഒരു 50 മാല ജപിച്ചാൽ 50 അരി എടുത്ത് വയ്ക്കും. 100 മാല ജപിച്ചാൽ 100 അരി. അപ്പോൾ ഇത്ര അരി കിട്ടും. ഇതിനെ വേവിച്ച് കഴിക്കും. ഇത്രയേ ഉള്ളൂ കഴിക്കും. ഇങ്ങനെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റും? ലോകത്തിൽ ആർക്കും ആ തപസ് ചെയ്യാൻ പറ്റില്ല. അത് വിഷ്ണുപ്രിയ ദേവിക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെ ഇരുന്ന് അവർ കുറച്ച് കാലം അങ്ങനെ ജപിച്ചു. അങ്ങനെ ഭഗവാനെ വിചാരിച്ചു. അങ്ങനെ തിരിച്ചു പോയി വിഷ്ണുപ്രിയ മാത്രം. ഇന്ന് നമുക്ക് ആ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ, നവദ്വീപിൽ പോയി കഴിഞ്ഞാൽ ഈ അമ്പലം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കാൻ ഒരുപാട് ലീലകളുണ്ട്. ഞാൻ ചുരുക്കിയത് ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കാനുള്ള കാരണം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണപ്രേമം പ്രചരിപ്പിക്കണം, എല്ലാവരിലും കൃഷ്ണപ്രേമം എത്തിക്കണം. അതേപോലെ ചൈതന്യ മഹാപ്രഭു സൗത്ത് ഇന്ത്യൻ യാത്ര വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഗുഹ്യ അവതാരമാണ്, സീക്രട്ടാണ് എന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു പത്മനാഭസ്വാമി ടെമ്പിളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഹിസ്റ്ററിയിൽ റെക്കോർഡുണ്ട് ചൈതന്യ മഹാപ്രഭു വിസിറ്റ്. അതുകൊണ്ടാണ് ഇന്നും 24 മണിക്കൂർ കീർത്തൻ അഭേദാനന്ദ ആശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഒരു ആലിൻ ചുവട്ടിലിരുന്ന് ചൈതന്യ മഹാപ്രഭു നാമകീർത്തനം ചെയ്തതായിട്ട് റെക്കോർഡുണ്ട്. അതുകൊണ്ടാണ് 24. എവിടെയൊക്കെ ചൈതന്യ മഹാപ്രഭു പോയിട്ടുണ്ട് അവിടെയെല്ലാം ഇസ്കോണിൻ്റെ അമ്പലം ഇപ്പോൾ വരുന്നുണ്ട്. പലയിടത്തും നാമകീർത്തനം 24 hours കീർത്തനം ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതെല്ലാം എവിഡൻസാണ് ഭഗവാൻ വന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഹിസ്റ്ററി പോലെ ഞങ്ങൾ അറിയുന്നത്, നമ്മൾ ഇസ്കോണിൽ അറിയുന്നത് അവിടുത്തെ രാജാവ് തമ്പുരാൻ വന്നിട്ട് നമ്മുടെ ആശ്രമത്തിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഇങ്ങനെ അവിടെ ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെ ഞാൻ ഇതെടുത്ത് തരാം നിങ്ങൾക്ക് എന്നെല്ലാം പറഞ്ഞു. ഇന്നും പത്മനാഭസ്വാമി ടെമ്പിളിൽ പാദം വെച്ചിട്ടുണ്ട്, ആൾക്കാർ വിളക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ അവതാരം നമ്മൾ കേട്ട് കാണില്ലായിരിക്കും, പക്ഷേ കേരളത്തിലാകുമ്പോൾ ഈ അവതാരം സാക്ഷാത് ഭഗവാൻ വളരെ കാരുണ്യമുള്ള ഒരു അവതാരമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവതാരം അവതരിച്ച ദിവസമാണ് ഈ ഇന്നത്തെ ദിവസം. സോ ഈ ദിവസത്തിൽ നമ്മൾ കുറച്ച് ബാല്യലീല മാത്രമേ കിട്ടുകയുള്ളൂ. ബാക്കി ലീല വേണമെങ്കിൽ നിങ്ങൾ ചൈതന്യ ചരിതാമൃതം വായിക്കാം. മധ്യലീല, അന്ത്യലീല എന്നുണ്ട്. അപ്പോൾ ഇനി ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് എങ്ങനെ തിരിച്ചു പോയി, ചൈതന്യ മഹാപ്രഭു തിരിച്ച് എങ്ങനെ പോയി എന്നുള്ള കാര്യം പറഞ്ഞാൽ അവസാനം 3 സ്ഥലത്തിൽ ഒരേ സമയത്തിൽ ഡിസപ്പിയറായി. നമ്മുടെ ആൾക്കാർ ഭഗവാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ വല്ല ഹോസ്പിറ്റലിൽ അമേരിക്കയിൽ പോയി മൂക്കിലും വായിലൊക്കെ ട്യൂബ് ഇട്ട് ചത്തുപോയി. ഭഗവാനാണ്, പക്ഷെ മരുന്നൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു 5 ദിവസം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടൂലേ എനിക്ക് എന്നൊക്കെ പറയും. പക്ഷെ ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാൻ രാമചന്ദ്രമൂർത്തി എങ്ങനെ വെള്ളത്തിൽ പോയോ അലിഞ്ഞു ചേർന്നോ അതേപോലെ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥിൻ്റെ വിഗ്രഹത്തിൽ അങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയും നേരെ ജഗന്നാഥ് വിഗ്രഹത്തിനകത്തങ്ങ് മറിച്ചായിപ്പോയി. പക്ഷെ എല്ലാവരും പറഞ്ഞു മഹാപ്രഭു പോയേ എന്ന് പറഞ്ഞ് എല്ലാവരും കരഞ്ഞു, വിളിച്ചു എല്ലാവരും. കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഭഗവാൻ പോയാൽ പിന്നെ ഭക്തന്മാർക്ക് ലൈഫില്ല, അവരെല്ലാം കരയുന്നു. അപ്പോൾ ഒരാൾ പറയുന്നു അവിടെയല്ല പോയത്, ഞങ്ങൾ കണ്ടു തോട്ട ഗോപിനാഥിൻ്റെ കാലിൽ കയറി പോകുന്നത്. വേറൊരു ഭഗവാൻ കൃഷ്ണ വിഗ്രഹമുണ്ട് ഓടക്കുഴലും വെച്ചിട്ടിരിക്കുന്ന, ആ വിഗ്രഹത്തിൻ്റെ കാലിൽ കൂടെ ചൈതന്യം. ഇന്നും ആ വിഗ്രഹത്തിൻ്റെ കാലിൽ ഒരു ക്രാക്കുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അവർ കാണിച്ചു തരും പൂജയിൽ. കാരണം ചൈതന്യ മഹാപ്രഭു എൻ്റർ ആയിരിക്കും. അപ്പോൾ ഭഗവാന് മാത്രം വിസ്തരിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ചൈതന്യ മഹാപ്രഭു. ഇനി ആൾക്കാർ പറഞ്ഞു ചൈതന്യ മഹാപ്രഭു ഇതാ ജഗന്നാഥ് പുരിയിൽ കടലിൽ
മെർജായിപ്പോയി. ഇങ്ങനെ രാമചന്ദ്രമൂർത്തി പോയാൽ മതി. അങ്ങനെ ഒരേ സമയത്തിൽ എല്ലായിടത്തും ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു പോയി. പക്ഷെ ചൈതന്യ മഹാപ്രഭു പോയിരുന്നാലും ചൈതന്യ മഹാപ്രഭു ആ അനുഗ്രഹം നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല. എന്ത് പൈസ കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും ഇതൊന്നും നിലച്ച് നിൽക്കാൻ പോകില്ല. നമ്മൾ എത്ര ജന്മമെടുത്താലും നമ്മൾ ചെയ്യുന്ന സ്വല്പം അഭ്യാസ ധർമ്മസ്യ പ്രായത്തെ മഹത്തോപയ. സ്വല്പം അഭ്യാസം. നിങ്ങൾ ഒരു ദിവസം ഇന്നത്തെ ദിവസം നാമം ജപിച്ചാലും അല്ലെങ്കിൽ ഒരിക്കൽ ഭഗവത്ഗീത വായിച്ചാലും ഭാഗവതം വായിച്ചാലും ചൈതന്യ ചരിതാമൃതം വായിച്ചാലും നിങ്ങൾക്ക് അതെല്ലാം ഒരു വലിയ ട്രഷറിയാണ്. അതിനെ എടുത്തുകൊണ്ട് പോകാം. ഇവിടെ എത്ര ബാങ്ക് ബാലൻസ് കൂട്ടി വെച്ചിട്ടുണ്ട്, 1 രൂപ നെറ്റിയിൽ ഒട്ടിച്ച് വയ്ക്കും. എന്തിനാണ് ആൾക്കാർ വയ്ക്കുന്നതെന്ന് അറിയുമോ? ഡെഡ് ബോഡിയിൽ. ഈ 1 രൂപ പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല. നീ കോടികളുണ്ടാക്കി, ലക്ഷങ്ങളുണ്ടാക്കി, പക്ഷെ നിനക്ക് എന്തെടുത്തോണ്ട് പോകാൻ പറ്റില്ല? 1 രൂപ പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പക്ഷെ എന്തെടുത്തിട്ട് പോകാം? നാമസങ്കീർത്തനം നമ്മളെ വൈകുണ്ഠത്തിലെത്തിക്കും. നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ബാങ്ക് ബാലൻസ് നമ്മളെവിടെ എത്തിക്കും? ഭഗവാനിലെത്തിക്കും. അതുകൊണ്ട് എല്ലാവരും ജപിക്കുന്നവർ ജപം കൂട്ടുക, നന്നായിട്ട് ജപിക്കുക, ചൈതന്യ മഹാപ്രഭുവിനടുത്ത് പ്രാർത്ഥിക്കുക. ജപിക്കാത്തവർ ഇന്ന് മുതൽ ജപിക്കാം എന്ന് ശ്രമിക്കുക. നമുക്ക് ഒരു നഷ്ടമില്ലല്ലോ. ഇന്ന് മുതൽ 1 പ്രാവശ്യമെങ്കിലും ഹരിനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗൗരംഗ മഹാപ്രഭു की, नित्यानंद महाप्रभु की, पंचतत्वा की, यशल प्रभुपाद की, यशल गुरुदेव की, गौर प्रेमानंदे. वाञ्छाकल्पतरुभ्यस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. അനന്തപുരി വിഷ്ണു. താങ്ക് യു. ക്ഷമയോടെയിരുന്നു. ഇനി കുറച്ച് നേരം ഒരു അഭിഷേകവും പ്രസാദമുണ്ട്. എല്ലാവരും മിസ് ചെയ്യാതെ കഴിച്ചു.